Yes, good morning, all of you. Good morning, sir. Okay. നമ്മുടെ ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറിയിപ്പ് ഗൂഗിൾ ക്ലാസ് റൂമിലാണ് ഇട്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് വളരെ കുറച്ച് സ്റ്റുഡൻസ് മാത്രമാണ് ഇന്നിപ്പോ ക്ലാസ്സിൽ കയറിയിട്ടുള്ളൂ. നമ്മുടെ ഈ ക്ലാസ് നിങ്ങളുടെ റെഗുലർ ക്ലാസ് ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പത്തെ ദിവസം നടത്തേണ്ട ഒരു ക്ലാസ് ആയിരുന്നു. പക്ഷെ ഇവിടുത്തെ സാങ്കേതികമായ ചില കാരണങ്ങൾ കൊണ്ടാണ് ഒരു അല്പം വൈകിട്ടുള്ളത്. നമുക്ക് എന്തായാലും നേരെ ക്ലാസ്സിലേക്ക് പോവാം. ഇപ്പോ ഏകദേശം 14ഓളം പേരാണ് നമ്മുടെ ക്ലാസ്സിൽ കയറിയിട്ടുള്ളത്. ഞാൻ പറയുന്നത് വ്യക്തമായി കേൾക്കുന്നുണ്ടോ? ഓക്കെ, റൈറ്റ്. യെസ്, അപ്പോ നമുക്ക് ക്ലാസ്സിൽ ഓക്കെ. അപ്പൊ എല്ലാവരും മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്ത് വെച്ചേക്കുക. എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത് വെച്ചേക്കുക. നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് പോവാം. ഇൻട്രൊഡക്ഷൻ ക്ലാസിന്റെ ആദ്യ ഭാഗം അക്കാദമിക് ഭാഗങ്ങളെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ നിഷമിസ് നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ നോൺ അക്കാദമിക് ഭാഗങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിന്റെ ഫീസ് സ്ട്രക്ചർ, കോഴ്സ് ഡ്യൂറേഷൻ, എക്സാം രീതികൾ, ഇന്റേൺഷിപ്പ്, പ്ലേസ്മെന്റ്, സർട്ടിഫിക്കേഷൻ, അത്തരം ഇതിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. എൻ്റെ പേര് ജയദേവ് എന്നാണ്. സ്മാർട്ട് 3യുടെ മാനേജിംഗ് പാർട്ണർമാരിൽ ഒരാളാണ്. ഓക്കെ, അപ്പോ നമുക്ക് ഇപ്പൊ ക്ലാസ് തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി, നിങ്ങൾക്കറിയാം. ഞാനപ്പോ ആദ്യമേ തന്നെ ചെറിയൊരു ചോദ്യം ചോദിക്കുകയാണ്. ഏതൊക്കെ ആപ്പുകളാണ് നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വേണ്ടത്? ഒന്ന് പറയാമോ ആരെങ്കിലും? ഏതൊക്കെ ആപ്പുകളാണ് പ്രധാനമായും? ഗൂഗിൾ ക്ലാസ് റൂം ആൻഡ് ഗൂഗിൾ മീറ്റ്. ഓക്കെ, ഗൂഗിൾ ക്ലാസ് റൂം എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? റെക്കോർഡ് ക്ലാസ്. ഗൂഗിൾ ക്ലാസ് റെക്കോർഡ് ക്ലാസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, റൈറ്റ്. റെക്കോർഡ് ക്ലാസ്, PDF നോട്ടുകൾ, മോക്ക് ടെസ്റ്റുകൾ തുടങ്ങിയവ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഗൂഗിൾ ക്ലാസ് റൂം ഉപയോഗിക്കുന്നത്. ഗൂഗിൾ മീറ്റോ? ലൈവ് ക്ലാസ്. ഓക്കെ, ഗൂഗിൾ മീറ്റിലുള്ള ലൈവ് ക്ലാസ്സുകൾ നമുക്ക് ആ സമയത്ത് കാണാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്ത് തൊട്ടടുത്ത പ്രവൃത്തി ദിവസം നിങ്ങൾക്ക് ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇട്ട് തരും. ഓക്കെ, അപ്പൊ എന്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ശനിയാഴ്ചകളിൽ നിങ്ങൾക്ക് ഗൂഗിൾ ക്ലാസ് റൂമിൽ റെക്കോർഡ് ക്ലാസ് കിട്ടുമോ ഇല്ലയോ? പറയാമോ? ശനിയാഴ്ച കിട്ടൂല? നോ. ഓക്കെ, തിങ്കളാഴ്ചത്തെ റെക്കോർഡ് ക്ലാസ് നിങ്ങൾക്ക് എന്നാ കിട്ടുന്നത്? ട്യൂസ്ഡേ. തിങ്കളാഴ്ചത്തെ കിട്ടുന്നത് ട്യൂസ്ഡേ ആണ്. ഓക്കെ, തേഴ്സ്ഡേ ക്ലാസ് കിട്ടുന്നത് എന്നാണ്? വെനസ്ഡേ. ഫ്രൈഡേ. ഫ്രൈഡേ അല്ലേ? ഓക്കെ, അപ്പൊ ഫ്രൈഡേയിലെ ക്ലാസ് കിട്ടുന്നത് എന്നാണ്? ഫ്രൈഡേയിലെ ക്ലാസ് കിട്ടുന്നത് മൺഡേ അല്ല, സാറ്റർഡേ ആണ്. ഓക്കെ, അപ്പൊ മൺഡേ നിങ്ങൾക്ക് ഗൂഗിൾ ക്ലാസ് റൂമിൽ ക്ലാസ്സുകൾ കിട്ടുന്നതല്ല. അപ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ ചില കുട്ടികൾ അപ്പൊ തന്നെ വിളിക്കും, അയ്യോ ക്ലാസ് റൂം കിട്ടിയിട്ടില്ല. ഇവിടെ ഒരു സാങ്കേതിക തകരാറ് സംഭവിച്ചിട്ടുണ്ട്. ഒരു സെക്കൻഡ്. ഓക്കെ, റൈറ്റ്. അപ്പോ നമ്മുടെ ഗൂഗിൾ ക്ലാസ് റൂമിലെ ക്ലാസ്സുകൾ നമുക്ക് തൊട്ടടുത്ത പ്രവൃത്തി ദിവസമാണ് കിട്ടുന്നത്. അതാണ് അതിന്റെ റൂൾ എന്ന് പറയുന്നത്. തൊട്ടടുത്ത പ്രവൃത്തി ദിവസം ഏതാണോ ആ ദിവസമായിരിക്കും നിങ്ങൾക്ക് ഗൂഗിൾ മീറ്റിൽ നിന്നുള്ള ഗൂഗിൾ റെക്കോർഡ് ക്ലാസ്സുകൾ ഗൂഗിൾ ക്ലാസ് റൂമിൽ കിട്ടുന്നത് തൊട്ടടുത്ത ദിവസമായിരിക്കും. തൊട്ടടുത്ത പ്രവൃത്തി ദിവസമായിരിക്കും. ഏതെങ്കിലും കാരണവശാൽ തൊട്ടടുത്ത ദിവസം അവധിയാണെങ്കിൽ അതിന് തൊട്ടടുത്ത ദിവസമായിരിക്കും കിട്ടുക. വെള്ളിയാഴ്ച ഇപ്പോ പിന്നെ ക്ലാസ് ഉണ്ട്, ശനിയാഴ്ച അവധിയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിന്റെ ക്ലാസ് കിട്ടുന്നത് തിങ്കളാഴ്ചയായിരിക്കും.
അതല്ല എങ്കിൽ നോർമലി നിങ്ങൾക്ക് ആ ക്ലാസ്സുകൾ കിട്ടുന്നത് സാറ്റർഡേ ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ അത്? ശരി, അടുത്തത് ഈ കോഴ്സിനകത്ത് രണ്ട് ക്ലാസ്സുകളിലുള്ള കുട്ടികളാണുള്ളത്. ഒന്ന് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, രണ്ടാമത്തേത് PG ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. രണ്ട് ക്ലാസ്സുകളിലെയും കുട്ടികൾ ഒരുമിച്ചാണ് ഇപ്പോൾ ആദ്യത്തെ 6 മാസത്തെ ക്ലാസ്. അതെന്താണെന്ന് വെച്ചാല് ഡിപ്ലോമ കോഴ്സിന്റെയും PG കോഴ്സിന്റെയും ആദ്യത്തെ 4 മൊഡ്യൂള് സെയിം ആയിരിക്കും. ഡിപ്ലോമ കോഴ്സിന് ആകെയുള്ളത് 4 മൊഡ്യൂളാണ്. ആ 4 മൊഡ്യൂള് PGക്കാർക്ക് അതുപോലെ തന്നെയാണ്. ആ 4 മൊഡ്യൂള് കഴിഞ്ഞതിന് ശേഷം ബാക്കി വരുന്ന 4 മാസക്കാലം PG വിദ്യാർത്ഥികൾക്ക് എക്സ്ട്രാ 3 മൊഡ്യൂൾ കൂടി ഉണ്ടാകും. അങ്ങനെ 7 മൊഡ്യൂൾ. അങ്ങനെയാണ് PG വിദ്യാർത്ഥികളുടെ ക്ലാസ്സുകൾ നടക്കുന്നത്. അപ്പോൾ ഈ ആദ്യഘട്ടത്തിൽ ഡിപ്ലോമ വിദ്യാർത്ഥികളും PG വിദ്യാർത്ഥികൾക്കും ഒരുമിച്ചായിരിക്കും ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഡിപ്ലോമ കോഴ്സിന്റെ കാലാവധി 6 മാസക്കാലവും PG കോഴ്സിന്റെ കാലാവധി 10 മാസക്കാലവുമായിരിക്കും. ഫീസ് എന്ന് പറയുന്നത് ഡിപ്ലോമ കോഴ്സിന് 7000 രൂപയും രജിസ്ട്രേഷൻ ഫീസ് ഉൾപ്പെടെ 7000 രൂപയും പിന്നെ PG കോഴ്സിനകത്ത് 13000 രൂപയുമായിരിക്കും ഫീസ് ഉണ്ടായിരിക്കുക. അതിൽ ആദ്യത്തെ 1000 രൂപ രജിസ്ട്രേഷൻ ഫീസ് ആയിരിക്കും. ആ രജിസ്ട്രേഷൻ ഫീസ് ഒരു കാരണവശാലും നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നതല്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന തൊട്ടടുത്ത ദിവസം തന്നെ സർട്ടിഫിക്കേഷൻ കൗൺസിലിൽ നിങ്ങളുടെ പിന്നെ പേരില് അവിടെ നമ്മൾ രജിസ്റ്റർ ചെയ്യാണ് നിങ്ങൾക്ക് എക്സാം എഴുതുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ അത് ഓൾറെഡി നമുക്ക് ചിലവായി പോയ പൈസ ആയതുകൊണ്ട് രജിസ്ട്രേഷൻ ഫീസ് ഒരു കാരണവശാലും നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്ന ഒന്നായിരിക്കുകയില്ല. ഓക്കെ, രണ്ടാമത്തേത് എക്സാം ഫീസ് ആണ് വരുന്നത്. പ്രധാനമായും ഡിപ്ലോമ കോഴ്സിന്റെ എക്സാം ഫീസ് എന്ന് പറയുന്നത് 1300 രൂപയും PG കോഴ്സിന്റെ എക്സാം ഫീസ് എന്ന് പറയുന്നത് 1600 രൂപയുമായിരിക്കും. ഈ കോഴ്സിനോടൊപ്പം അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് ഒരേ ഒരു സർട്ടിഫിക്കറ്റ് ആണ്. ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, RSDCയുടെ സർട്ടിഫിക്കറ്റ് ആണ് അല്ലേ? അതേ മുമ്പ് ഒരു ചോദ്യം ചോദിച്ചോട്ടെ, നിങ്ങളിപ്പോ 7000 രൂപയുടെ ഒരു പോസ്റ്റർ നിങ്ങൾ കണ്ടല്ലോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ, ചിലപ്പോൾ PGയുടെ ആയിരിക്കും കണ്ടിട്ടുണ്ടാവുക. അങ്ങനെ കണ്ടു കഴിഞ്ഞ സമയത്ത് നിങ്ങളുടെ മനസ്സിൽ ആദ്യം വന്ന ചിന്ത എന്തായിരുന്നു? ആരെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാം. ഇത് കണ്ട സമയത്തെ ഈ പോസ്റ്റർ ഇങ്ങനെ 7000 രൂപയ്ക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ 13000 രൂപയ്ക്ക് PG പഠിപ്പിക്കുന്നു എന്ന് കണ്ടപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യമായിട്ട് വന്ന ചിന്ത എന്താണെന്ന് പറയാമോ ആരെങ്കിലും? ഫീ കുറവാണോ ഉടായിപ്പാണോ? യെസ്, റൈറ്റ്, അതാണ് അതിന്റെ ആൻസർ. സ്കാം, റൈറ്റ്. ഓക്കെ, റൈറ്റ്, ശരിയാണത്. ഓക്കെ, എനിക്ക് ഓരോ ദിവസവും ഒരു 8-9 കോള് വരും. എന്താന്ന് വെച്ചാല് ഇങ്ങനെ ഇത് തട്ടിപ്പാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർ വിളിക്കുന്നത്. പക്ഷേ ഒറ്റയടിക്ക് ചോദിക്കാൻ പറ്റൂലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ കുത്തി ചോദിക്കും. അപ്പൊ ചോദിക്കുന്ന ചോദ്യത്തിന്റെ ഒരു രീതി കാണുമ്പോഴും നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. 1,75,000 രൂപക്കും 2 ലക്ഷം രൂപയ്ക്കും പിന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ കേരളത്തിൽ പഠിപ്പിക്കുന്നത് ആ ഫീസിനാണ്. 30,000 രൂപ തുടങ്ങിയിട്ട് 85,000 രൂപ വരെയാണ് ഡിപ്ലോമ കോഴ്സിന്റെ ഫീസ് വാങ്ങുന്നത്. അപ്പോ അങ്ങനെ ഒരു വർത്തമാന കാലഘട്ടത്തിൽ ഇത്രയും കുറഞ്ഞ ഫീസിൽ ഇങ്ങനെ പഠിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഒരു ഫ്രോഡായിട്ടുള്ള കാര്യമാണോ എന്ന് സ്വാഭാവികമായിട്ടും സംശയിച്ചേക്കാം. ഇപ്പൊ നിങ്ങളെ ക്ലാസ്സിൽ കയറി ഇതൊക്കെ കഴിഞ്ഞ് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇത് ഫ്രോഡല്ല, എന്തൊക്കെയോ കാര്യമുണ്ട്. പലരും പൈസ അടക്കുന്നത് ആദ്യത്തെ 1000 രൂപയിൽ അത് പോണെങ്കിൽ പൊക്കോട്ടെ എന്നുള്ളൊരു മെന്റാലിറ്റിയിലാണ്. ഓക്കെ, അപ്പോ ഇപ്പോ നമുക്ക് ക്ലാസ്സുകളൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോൾ നമ്മൾ എത്രത്തോളം ഡെഡിക്കേറ്റ് ആയിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സ്മാർട്ട് സ്റ്റുഡി കഴിഞ്ഞ 14 വർഷക്കാലമായിട്ട് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. വിദ്യാഭ്യാസ മേഖലയിലാണ് ഞങ്ങൾ പ്രധാനമായും പ്രവർത്തിക്കുന്നത്. ഞങ്ങളുടെ ഓരോ കോഴ്സ് ഡിസൈൻ ചെയ്യുമ്പോഴും കേരളത്തിനകത്ത് ഒരു മാസം ഒരു 2000 രൂപയോ 3000 രൂപയോ ഒരു കയ്യിൽ ഒരു മാസം ഒരുമിച്ച് ചുരുട്ടിപ്പിടിക്കാനില്ലാത്ത കുറെ ആളുകളുണ്ട്. സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും പിന്നാക്കം പോയിട്ടുള്ള കുറെ ആളുകൾ. അപ്പോ ഏറ്റവും ഈ സമൂഹത്തിന്റെ ശ്രേണിയിൽ ഏറ്റവും സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ആളുകൾക്ക് കൂടി ഗുണകരമാകത്തക്ക രീതിയിലാണ് ഞങ്ങളുടെ മുഴുവൻ കോഴ്സുകളും ഡിസൈൻ ചെയ്യാറുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ 13,000 രൂപക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സ് നമ്മൾ ചെയ്യുന്നത്, 7,000 രൂപക്ക് ഡിപ്ലോമ കോഴ്സും ചെയ്യുന്നത്. ഓക്കെ, റൈറ്റ്. അടുത്തത് നമ്മുടെ കോഴ്സിനോടൊപ്പം അറ്റാച്ച്ഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ്.
ഇപ്പൊ നിങ്ങൾക്ക് ഇത് കോഴ്സ് ജെന്യുവൻ ആണെന്ന് മനസ്സിലായി. പിന്നെ ഫീസ് കുറഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന അടുത്ത ഒരു ചാൻസ് എന്താണ്? സർട്ടിഫിക്കറ്റ് വാല്യൂ ഉള്ളതായിരിക്കില്ല. ഇതായിരിക്കും പൊതുവിൽ നമ്മൾ എത്തുന്ന ഒരു അസംഷൻ. ഓക്കെ, പക്ഷെ നമ്മുടെ സർട്ടിഫിക്കറ്റിന്റെ ഫീച്ചേഴ്സ് നിങ്ങൾ ആരെങ്കിലും നമ്മുടെ സ്റ്റുഡൻസ് ടീം പറഞ്ഞു തന്നിട്ടുണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങളുടെ ഓർമ്മയിലുണ്ടോ? ആരുടെങ്കിലും ഉണ്ടെങ്കിൽ ആരെങ്കിലും ഷെയർ ചെയ്യാമോ? ഏത് സർട്ടിഫിക്കറ്റ് ആണ്? കോഴ്സിനോടൊപ്പം തികച്ചും സൗജന്യമായി നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്, നാഷണൽ ലെവലിലുള്ള ഒരു സർട്ടിഫിക്കറ്റ്. ഏതാണ് അതിന്റെ പേര്? ഓർമ്മയുണ്ടോ? ഇല്ല. ഓക്കെ, റൈറ്റ്, ശരി. ആ സർട്ടിഫിക്കറ്റ് RSDCAയുടെ സർട്ടിഫിക്കറ്റ് ആണ്. RSDCA ISS ഗുഡ് ആതിര. RSDCA എന്ന് പറയുന്നത് ഒരു സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ്ഡ് ഓട്ടോണമസ് ബോഡിയാണ്. ഓക്കെ, ഏഴ് ഫീച്ചേഴ്സ് ഉള്ള സർട്ടിഫിക്കറ്റ് ആണ്. ഞാൻ ഓരോ ഫീച്ചേഴ്സും പറയാം. ഒന്നാമത്തേത് സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ്ഡ് ഓട്ടോണമസ് ബോർഡാണ്. നാഷണൽ ലെവലിലുള്ള ഒരു സർട്ടിഫിക്കേഷൻ ഏജൻസിയാണ്. മൂന്നാമത്തേത് പിന്നെ ഓൺലൈൻ വെരിഫിക്കേഷൻ സാധ്യമായ സർട്ടിഫിക്കറ്റ് ആണ്. എന്താണ് ഈ സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ്ഡ് ഓട്ടോണമസ് ബോഡി എന്ന് പറയുന്ന സംഭവം? നാഷണൽ തലത്തിലുള്ള ദേശീയ നിലവാരത്തിലുള്ള ഒരു സർട്ടിഫിക്കേഷൻ കൗൺസിൽ. നിങ്ങൾ അങ്ങനെയുള്ള ഏതെങ്കിലും സർട്ടിഫിക്കേഷൻ കൗൺസിലിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, ഞാൻ പറയാം. BSS എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, പെട്ടെന്ന് ഓർമ്മയിൽ വരാത്തതായിരിക്കാം. ഭാരത് സേവക് സമാജ്. ഭാരത് സേവക് സമാജ് എന്ന് പറയുന്നത് ദേശീയ തലത്തിലുള്ള ഇതുപോലെ തന്നെയുള്ള ഒരു സർട്ടിഫിക്കേഷൻ കൗൺസിലാണ്. മറ്റൊരു സർട്ടിഫിക്കേഷൻ കൗൺസിലാണ് NCVERT, നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ റിസർച്ച് ട്രെയിനിങ് സെന്റർ. അതുപോലെ തന്നെയുള്ള ദേശീയ തലത്തിൽ, ഇന്ത്യയുടെ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു 3, 4, 5 സർട്ടിഫിക്കേഷൻ കൗൺസിൽ പരമപ്രധാനമായിട്ടുള്ള ഒരു സർട്ടിഫിക്കേഷൻ കൗൺസിലാണ് RSDCA എന്ന് പറയുന്നത്. റീജിയണൽ സ്കിൽ ഡെവലപ്മെന്റ് സർട്ടിഫിക്കേഷൻ അതോറിറ്റി എന്നാണ് അതിന്റെ പൂർണ്ണമായിട്ടുള്ള നാമധേയം. നിങ്ങൾ ഗൂഗിളിൽ ബ്രൗസ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാനായിട്ട് സാധിക്കും. അത് ഓൺലൈൻ വെരിഫിക്കേഷൻ സാധ്യമായ സർട്ടിഫിക്കറ്റ് ആണ്. ഓൺലൈൻ വെരിഫിക്കേഷൻ എന്താണ്? ഓൺലൈൻ വെരിഫിക്കേഷൻ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റിനകത്ത് ഒരു RSDCAയുടെ ഒരു സേഫ്റ്റി ബാഡ്ജ് ഉണ്ടാവും, ഒരു ഹോളോഗ്രാം മുദ്ര ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു QR കോഡ് ഉണ്ടാവും. നമ്മളിപ്പോ കടകളിലൊക്കെ ചെന്നിട്ട് ഗൂഗിൾ പേ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ QR കോഡ് ഉപയോഗിക്കില്ല, അതുപോലത്തെ ഒരു QR കോഡ് ഉണ്ടാവും. നമ്മുടെ മൊബൈലിലോ ഏതെങ്കിലും ഒരു ഡിവൈസിനകത്തോ ഈ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നേരെ പോകുന്നത് സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ്ഡ് ഓട്ടോണമസ് ബോഡി വെബ്സൈറ്റിലേക്കാണ്. ആ വെബ്സൈറ്റിൽ ചെന്നിട്ടുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിനകത്ത് ഒരു സീരിയൽ നമ്പർ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ആ സീരിയൽ നമ്പർ അവിടെ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ആളുടെ പേര്, ഇപ്പോ അമ്മിണി എന്നുള്ള ഒരു പേരിലാണ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ടുള്ളതെങ്കിൽ അമ്മിണിയുടെ ഫോട്ടോ, അമ്മിണിയുടെ അക്കാദമിക് ഇയർ, അമ്മിണി ചെയ്തിട്ടുള്ള കോഴ്സ്, അതായത് ഈ സർട്ടിഫിക്കറ്റിന്റെ ഒരു ഡിജിറ്റൽ കോപ്പി അങ്ങനെ തന്നെ അവരുടെ വെബ്സൈറ്റിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. അപ്പോ ലോകത്തിന്റെ ഏത് കോണിൽ ഇരുന്നും ഏതൊരു എംപ്ലോയർക്കും, തൊഴിൽദാതാവിന് നിങ്ങൾക്ക് തൊഴിൽ തരാൻ വേണ്ടി നിങ്ങളൊരു ഇന്റർവ്യൂവിന് വേണ്ടി ചെന്നാക്കാണ്. അപ്പൊ അവിടെയുള്ള ഒരു എംപ്ലോയർക്ക് അവിടെ ഇരുന്നു കൊണ്ട് ഈ ഓൺലൈൻ വെരിഫിക്കേഷൻ ചെയ്യാനായി സാധിക്കും. ഈ സർട്ടിഫിക്കറ്റിന്റെ ആധികാരികത പരിശോധിക്കാനായിട്ട് സാധിക്കും. അതാണ് ഓൺലൈൻ വെരിഫിക്കേഷൻ. അത് ഉള്ള സർട്ടിഫിക്കറ്റ് ആണ്. നാലാമത്തേത് ഇന്ത്യൻ എംബസി അറ്റസ്റ്റേഷൻ. ഇന്ത്യൻ എംബസി എന്ന് വെച്ചാൽ എന്താണ്? ഇന്ത്യക്കകത്തുള്ള പൗരന്മാര് വിദേശത്തേക്കൊക്കെ മറ്റോ പോകുമ്പോൾ, പഠനത്തിനും തൊഴിൽ സംബന്ധമായിട്ടുള്ള ആവശ്യങ്ങൾക്കോ മറ്റാവശ്യങ്ങൾക്കോ വേണ്ടിയിട്ട് പോകുമ്പോൾ അവരുടെ കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇന്ത്യ ഗവൺമെന്റിന്റെ ഔദ്യോഗിക സംവിധാനമാണ് ഇന്ത്യൻ എംബസി എന്ന് പറയുന്നത്. ഇന്ത്യൻ എംബസിയുടെ അറ്റസ്റ്റേഷൻ, ഇന്ത്യൻ എംബസി സാക്ഷ്യപ്പെടുത്തി തരും ഈ സർട്ടിഫിക്കറ്റ്. നിങ്ങളിപ്പോ SSLC ബുക്ക് കൊണ്ടൊക്കെ തൊട്ടടുത്ത പിന്നെ സ്കൂളിലോ ഏതെങ്കിലും ഗവൺമെന്റ് ഓഫീസുകളിലൊക്കെ ചെന്നിട്ട് അറ്റസ്റ്റ് ചെയ്യാറില്ല SSLC ബുക്കിന്റെ കോപ്പിയൊക്കെ ആയിട്ട്. അപ്പൊ അവർ നോക്കിയിട്ട് ട്രൂ കോപ്പി അറ്റസ്റ്റ് ചെയ്ത് തരും. അതുപോലെ ഈ സർട്ടിഫിക്കറ്റിന്റെ ആധികാരികത ഇന്ത്യൻ എംബസി സാക്ഷ്യപ്പെടുത്തി തരും. മറ്റൊന്നാണ് MOFA അറ്റസ്റ്റേഷൻ, മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സ്, വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അറ്റസ്റ്റേഷൻ അവൈലബിൾ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ്. അതുകൂടാതെ സൗദി അപ്പോസ്റ്റൽ അറ്റസ്റ്റേഷൻ ഉൾപ്പെടെ ലഭിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ് നമ്മുടെ സർട്ടിഫിക്കറ്റ്. പിന്നെ ഈ ഇവിടുത്തെയുള്ള എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്യാൻ, നിങ്ങൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ SSLCയും +2ഉം ഡിഗ്രിയും ഒക്കെ കഴിയുമ്പോൾ അതൊക്കെ ഇങ്ങനെ കൊണ്ടുപോയി ആഡ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങളുടെ രജിസ്ട്രേഷനോടൊപ്പം ഇൻക്ലൂഡ് ചെയ്യാവുന്ന, ഈ സർട്ടിഫിക്കറ്റ് അറ്റാച്ച് ചെയ്യാനായിട്ട് സാധിക്കും.
എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് രജിസ്ട്രേഷൻ അവൈലബിൾ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് RCDCയുടെ സർട്ടിഫിക്കറ്റ്. ഇതാണ് സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യം പ്രാഥമികമായി പറയാനുള്ളത്. അപ്പൊ എൻ്റെ ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ചോദ്യം ഉണ്ട്, ഈ സർട്ടിഫിക്കറ്റ് കൂടാതെ വേറൊരു സർട്ടിഫിക്കറ്റ് കൂടി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? ഈ RCDCയുടെ സർട്ടിഫിക്കറ്റിന് 1 രൂപ പോലും നിങ്ങൾ തരേണ്ടതില്ല കേട്ടോ. ഇത് അറ്റാച്ച്ഡ് വിത്ത് ദ കോഴ്സ്, അറ്റാച്ച്ഡ് ആണത്. അടുത്തത് എന്ന് പറയുന്നത് ഒരു ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ്. യെസ് ദിനീഷ, അതൊരു ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ആണ്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ആഗ്രഹങ്ങളാണ്. ചില ആളുകൾ വിദേശത്ത് പോയിട്ട് സെറ്റിൽ ആകണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. അത്തരം ആളുകൾക്ക് വിദേശത്തേക്ക് പോയി ജോലി നോക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്. ആ ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് വാങ്ങണം എന്നുള്ളത് മാൻഡേറ്ററി അല്ല, നിർബന്ധമല്ല. നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം വാങ്ങിയാൽ മതിയാകും. അതിന് പ്രത്യേകം ഒരു പേയ്മെന്റ് ഉണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മതിയാകും. ഇപ്പൊ വിദേശത്തേക്ക് പോകുമെന്നോ അല്ലെങ്കിൽ ഭാവിയിൽ പോകുമെന്നോ ഒക്കെ ഉള്ള ആളുകൾ ആ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ വാങ്ങി വെക്കേണ്ടതാണ്. അത് എക്സാമിന്റെ സമയത്തായിരിക്കും നിങ്ങൾക്ക് നിങ്ങളെ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് വിളിക്കുന്നത്. ആ സമയത്ത് നിങ്ങൾ ആ സർട്ടിഫിക്കറ്റ് വാങ്ങി വെക്കുക. ഡിപ്ലോമ കോഴ്സിന്റെ സർട്ടിഫിക്കറ്റിന് 1500 രൂപയാണ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റിന്. അത് SDC കാനഡ, സ്കിൽ ഡെവലപ്മെന്റ് കൗൺസിൽ ഓഫ് കാനഡ എന്ന് പറയുന്ന 140-ലേറെ രാഷ്ട്രങ്ങളിൽ തൊഴിൽ നൈപുണ്യത്തിന്റെ ഔദ്യോഗിക വക്താവായി പ്രവർത്തിക്കുന്ന ഒരു ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ആണ്. വിദേശ രാഷ്ട്രങ്ങളിൽ സ്കിൽ കോഴ്സുകൾക്ക് ഡ്യുവൽ സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അതൊരു പ്രീമിയം കോഴ്സായിട്ടാണ് പരിഗണിക്കാറ്. അതുകൊണ്ടാണ് നമ്മൾ ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് കൂടിയിട്ട് പ്രദാനം ചെയ്യുന്നത്. PG കോഴ്സിനാണെങ്കിൽ SDC കാനഡ സർട്ടിഫിക്കറ്റിന് 1800 രൂപയാണ്. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയുകയാണ്, അത് ആരും തന്നെ വാങ്ങണമെന്ന നിർബന്ധമുള്ള കാര്യമല്ല. നിങ്ങൾക്ക് വിദേശത്തേക്ക് പോകുന്നതിനോ ജോലി നോക്കുന്നതിനോ ഇത് കയ്യിലുണ്ടെങ്കിലും ഗുണകരമാകും എന്ന് വിചാരിക്കുന്ന ആളുകൾ, വിദേശത്തേക്ക് പോകുമെന്ന് ഉറപ്പുള്ള ആളുകൾ, അവർ മാത്രം വാങ്ങി വെച്ചാൽ മതിയാകും. ഓക്കെ, ഇതിന്റെ ഒരു വേറൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, എന്താണ് SDC സർട്ടിഫിക്കറ്റിന്റെ പ്രത്യേകത? അത് ഓൺലൈൻ വെരിഫിക്കേഷൻ സാധ്യമായ സർട്ടിഫിക്കറ്റ് ആണ്, അത്രേ ഉള്ളൂ. അതിന് ഇന്ത്യൻ എംബസിയിൽ അറ്റസ്റ്റേഷൻ കിട്ടുമോ? അതാണ് ചോദ്യം. ആരെങ്കിലും ഒരാൾ ഉത്തരം പറഞ്ഞ്. SDC കാനഡ സർട്ടിഫിക്കറ്റിന് ഇന്ത്യൻ എംബസിയുടെ അറ്റസ്റ്റേഷൻ കിട്ടുമോ? ഹലോ, യാരുമ ഇല്ലയാ? കമോൺ, പോരട്ടെ. SDC സർട്ടിഫിക്കറ്റിന് തെറ്റിക്കോട്ടെ, ഇന്ത്യൻ എംബസിയുടെ അറ്റസ്റ്റേഷൻ കിട്ടുമോ? ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? യെസ്, കിട്ടും. ആദ്യം പറഞ്ഞു കിട്ടും. ആരെങ്കിലും ഒരാൾ കൂടി പറയാമോ? കിട്ടും. അജയ് കൃഷ്ണൻ തമ്പടിച്ചു. യെസ് ശ്രുതി. ഓക്കെ, റൈറ്റ്, മതി. എനിക്കറിയാം നിങ്ങൾ ഇങ്ങനെ പറയുന്നത്, അതാണ് ഞാൻ ചോദ്യം ചോദിച്ചത്. ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. നമ്മൾ ഈ ഇന്നത്തെ ഈ ഇൻട്രൊഡക്ഷൻ ക്ലാസ് ഇങ്ങനെ എടുക്കുന്നത് എന്തിനാന്ന് വെച്ചാലേ, നിങ്ങളുടെ ഓരോരുത്തരുടെയും അഡ്മിഷൻ എടുത്തിട്ടുള്ളത് നമ്മുടെ സ്റ്റുഡൻസ് ടീമിൽ 10-16 പേരുണ്ട്. ആ സ്റ്റുഡൻസ് കൗൺസിലേഴ്സിൽ ആരെങ്കിലും ഒക്കെ ആയിരിക്കും. അപ്പോ അവര് തമ്മിൽ നിങ്ങളായിട്ട് നടത്തിയിട്ടുള്ള ആശയവിനിമയത്തിലോ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിയതിലോ ഇനി അവരെ എന്തെങ്കിലും പറഞ്ഞതിൽ എന്തെങ്കിലും അവർക്ക് പെശക് പറ്റുകയോ, അവർക്ക് ഒരു 99% അവർക്ക് തെറ്റ് പറ്റൂല. കാരണം അവര് വളരെ സീനിയർ ആയിട്ടുള്ള ആളുകളാണ് നമ്മുടെ ഓഫീസിനകത്തെ. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുന്നതിനും കൃത്യമായിട്ട് ഏറ്റവും ആധികാരികമായിട്ട് ഈ കോഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മുഴുവൻ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇൻസ്ട്രക്ഷൻ ക്ലാസ് വെച്ചിട്ടുള്ളത്. പക്ഷെ ഇത്തരം ചില സംശയങ്ങൾ എത്ര പറഞ്ഞു തന്നാലും കോമൺ ആയിട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്ന മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യം ചോദിച്ചത്. SDC കാനഡ സർട്ടിഫിക്കറ്റിന് ഇന്ത്യൻ എംബസിയുടെ അറ്റസ്റ്റേഷൻ ലഭിക്കുകയില്ല. എന്താണ് കാരണം? ആർക്കെങ്കിലും എന്തെങ്കിലും തോന്നുന്നുണ്ടോ? എന്തെങ്കിലും ഒരു ആൻസർ തോന്നുന്നുണ്ടോ? SDC കാനഡയുടെ സർട്ടിഫിക്കറ്റിന് ഇന്ത്യൻ എംബസിയുടെ അറ്റസ്റ്റേഷൻ ലഭിക്കുകയില്ല. മോഫ അറ്റസ്റ്റേഷൻ ലഭിക്കുകയില്ല. ഓൺലൈൻ വെരിഫിക്കേഷൻ മാത്രം സാധ്യമായ സർട്ടിഫിക്കറ്റ് ആണ്. അതിനകത്തുള്ള QR കോഡിൽ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നേരെ അത് SDC കാനഡ വെബ്സൈറ്റിൽ പോവുകയും അവിടെ അതിന്റെ സീരിയൽ നമ്പർ നമ്മൾ അടിച്ചു കൊടുത്താൽ നേരത്തെ കണ്ടതുപോലെ നമ്മുടെ അമ്മിണി ചേച്ചിയുടെ ഫോട്ടോയും
ആ കോഴ്സിന്റെ ഡ്യൂറേഷനും ഇതൊക്കെ വെച്ചിട്ടുള്ള ഡിജിറ്റൽ കോപ്പി അവിടെയും അവരുടെ വെബ്സൈറ്റിലും കിട്ടും. അത്രേ ഉള്ളൂ. എന്താ ഇന്ത്യൻ എംബസിയുടെ അറ്റസ്റ്റേഷൻ ലഭിക്കാത്തത്? ഇന്ത്യൻ എംബസി എന്ന് പറയുന്നത് എവിടത്തെ നാഷണൽ ആയതുകൊണ്ടാണ്. സോറി, യെസ് പറയാം, യെസ്, അതാണ്, അതുമായി ബന്ധപ്പെട്ടാണ് ഉത്തരം. അതായത് ഇന്ത്യൻ എംബസി എന്ന് പറയുന്നത് ഇന്ത്യ ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒരു ഔദ്യോഗിക സംവിധാനമാണ്. ഇന്ത്യക്കകത്ത് നിന്നുള്ള സർട്ടിഫിക്കേഷൻ കൗൺസിലുകൾ, ഇന്ത്യക്കകത്ത് നിന്നുള്ള യൂണിവേഴ്സിറ്റികൾ, ഇന്ത്യക്കകത്ത് നിന്ന് ഇഷ്യൂ ചെയ്യുന്ന ഇന്ത്യ ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്ന പ്രദേശത്ത്, ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം ഉണ്ടല്ലോ, ആ രാഷ്ട്രത്തിന്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള അതിർത്തിക്കകത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്നും ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റുകൾ മാത്രമേ ഇന്ത്യൻ എംബസിക്ക് അറ്റസ്റ്റ് ചെയ്യാനുള്ള അധികാരമുള്ളൂ. മനസ്സിലായി ഞാൻ പറയുന്നത്? നിങ്ങൾ നേരത്തെ അമ്മിണി ചേച്ചിയുടെ SSLC ബുക്കായിട്ട് നമ്മൾ ഗവൺമെന്റ് ഓഫീസിൽ പോണ കാര്യം പറഞ്ഞല്ലോ അറ്റസ്റ്റ് ചെയ്യാനായിട്ട്. അമ്മിണി ചേച്ചിയുടെ SSLC ബുക്കും ശാരദ ചേച്ചിയുടെ SSLC ബുക്കിന്റെ കോപ്പി കൂടി കൊണ്ടുപോയിട്ട് അറ്റസ്റ്റ് ചെയ്യാൻ കൊടുത്താൽ അറ്റസ്റ്റ് ചെയ്ത് കിട്ടുമോ? കിട്ടൂലല്ലോ. അതുപോലെയാണിത്. SDC കാനഡ എന്ന് പറയുന്നത് ഒരു വിദേശ രാഷ്ട്രത്തിൽ പ്രവർത്തിക്കുന്ന, കാനഡയിൽ പ്രവർത്തിക്കുന്ന ഇന്റർനാഷണൽ തലത്തിലുള്ള ഒരു സർട്ടിഫിക്കേഷൻ കൗൺസിലാണ്. കാനഡയാണ് അതിന്റെ ആസ്ഥാനം. അപ്പൊ അവിടെ നിന്നാണ് അതിന്റെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. വേറൊരു രാഷ്ട്രത്തിൽ നിന്നും ഇഷ്യൂ ചെയ്ത സർട്ടിഫിക്കറ്റ് ആയതുകൊണ്ടാണ് ഇന്ത്യൻ എംബസിക്ക് അത് അറ്റസ്റ്റ് ചെയ്യാനായിട്ട് അധികാരമില്ലാത്തത്. ഞാൻ പറഞ്ഞ കാര്യം ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. റൈറ്റ്, ഓക്കെ. അപ്പോ അതാണ് SDC സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ള കാര്യം. അടുത്തത് ടെക്സ്റ്റ് ബുക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. 2024 നവംബർ മാസം വരെയും സ്കിൽ കോഴ്സുകൾക്ക് സ്റ്റഡി മെറ്റീരിയൽ കമ്പൽസറി ആയിരുന്നില്ല. ഓക്കെ. പക്ഷേ 2024 നവംബർ ബാച്ച് മുതൽ സ്കിൽ കോഴ്സുകൾക്ക് ടെക്സ്റ്റ് ബുക്കുകൾ, സ്റ്റഡി മെറ്റീരിയൽ കമ്പൽസറി ആണ്. ടെക്സ്റ്റ് ബുക്കാണ് നമ്മൾ സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറയുന്നത്. സ്റ്റഡി മെറ്റീരിയൽ കമ്പൽസറി ആണ്. അപ്പൊ എന്താ പ്രശ്നം? കമ്പൽസറി ആയതുകൊണ്ട് നിശ്ചയമായിട്ടും നിങ്ങൾ ടെക്സ്റ്റ് ബുക്കുകൾ ഈ കോഴ്സ് തുടങ്ങി ഒരു 2 മാസക്കാലത്തിനുള്ളിലെങ്കിലും നിർബന്ധമായും വാങ്ങേണ്ടതാണ്. ശ്രദ്ധിച്ച് കേൾക്കണേ, നിർബന്ധമായും വാങ്ങേണ്ടതാണ്. അതങ്ങനെ വാങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ സംഭവിക്കുന്ന പ്രശ്നം, നിങ്ങൾ കോഴ്സ് ഫീസൊക്കെ അടക്കും, പക്ഷെ അവസാനം എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ വരും. ഓരോ 3 മാസക്കാലം കൂടുമ്പോഴും സർട്ടിഫിക്കേഷൻ കൗൺസിൽ നമ്മുടെ സ്ഥാപനത്തിൽ ഒരു ഇൻസ്പെക്ഷൻ നടത്തുന്നുണ്ട്. ആ ഇൻസ്പെക്ഷനകത്ത് നിങ്ങളുടെ അഡ്മിഷൻ രജിസ്റ്ററിലും നിങ്ങളുടെ ഇൻവെന്ററിയിലും നിങ്ങളുടെ പേരിൽ സ്റ്റഡി മെറ്റീരിയലിനുള്ള പേയ്മെന്റ് വന്നതും സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് ഡിസ്ബേഴ്സ് ചെയ്തതുമായിട്ടുള്ള രേഖകൾ ഉണ്ടായിരിക്കണം. അതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ എക്സാം എഴുതാനായിട്ട് എലിജിബിൾ ആയിട്ടില്ല എന്നാണ് അർത്ഥം. ഓക്കെ. അപ്പോ നിർബന്ധമായും ഈ കോഴ്സിനകത്തുള്ള മുഴുവൻ പേരും ടെക്സ്റ്റ് ബുക്കുകൾ വാങ്ങേണ്ടതാണ്. റൈറ്റ്, അതാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ള അടുത്ത കാര്യം. അടുത്ത 2 കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഒന്നാമത്തേത് പ്ലേസ്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. രണ്ടാമത്തേത് ഇന്റേൺഷിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യമാണ്. ഓക്കെ. ഈ കോഴ്സിന് ഇന്റേൺഷിപ്പ് നിർബന്ധമുണ്ടോ? ഉണ്ടോ? കമോൺ. ഇന്റേൺഷിപ്പ് നിർബന്ധമില്ല. നിങ്ങൾ ഇന്റേൺഷിപ്പ് ചെയ്യാതിരുന്നു എന്നുള്ള കാരണം കൊണ്ട് നിങ്ങൾക്ക് എക്സാം എഴുതാതിരിക്കുകയോ സർട്ടിഫിക്കറ്റ് കിട്ടാതിരിക്കുകയോ ചെയ്യുകയില്ല. പക്ഷെ നിങ്ങൾ ഇന്റേൺഷിപ്പ് എടുക്കുന്നതാണ് ഉചിതമായിട്ടുള്ള കാര്യം. അതെന്താ ഇന്റേൺഷിപ്പ് എടുക്കുന്നത് ഉചിതമാണെന്ന് പറയാൻ കാരണം? നിങ്ങൾ ഒരു പുതിയ മേഖലയാണ് വന്നിട്ടുള്ളത്, ഹെൽത്ത് കെയർ സെക്ടറിലാണ് നിങ്ങൾ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് പരിചയമല്ലാത്തൊരു മേഖലയായിരിക്കും. നിങ്ങളപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചത് മുഴുവൻ നമ്മുടെ തിയറിയാണ്. ജോലി സ്ഥലത്ത് ചെന്നിട്ട് പ്രായോഗികമായിട്ടുള്ള ഒരു പ്രവൃത്തി പരിചയം കൂടി നമ്മൾ നേടേണ്ടതുണ്ട്. അതങ്ങനെ നേടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 ഗുണങ്ങൾ ലഭിക്കുന്നതാണ്. ഒന്നാമത്തേത്, നിങ്ങൾ ഇന്റേൺഷിപ്പിന് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടും. അത് നിങ്ങളെ പിന്നെ തുടക്കക്കാരനല്ല, പിന്നെ നിങ്ങൾ ഫ്രഷർ അല്ല, ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ട് നിങ്ങളുടെ കയ്യിൽ. രണ്ടാമത്തെ ഒരു ഗുണം എന്ന് പറയുന്നത്, നിങ്ങൾക്കൊരു പക്ഷേ നിങ്ങളുടെ ഒരു വർക്ക് സ്റ്റൈൽ, നിങ്ങളുടെ ഒരു ഡെഡിക്കേഷൻ, നിങ്ങളുടെ എംപ്ലോയബിലിറ്റി സ്കിൽസ് ഇതെല്ലാം കണ്ടിട്ട് ഒരു പക്ഷേ അവിടുത്തെ ഒരു മാനേജ്മെന്റിന് ഇഷ്ടപ്പെട്ടാൽ അവിടെ തന്നെ നിങ്ങൾക്ക് ജോലി കിട്ടും. അങ്ങനെ ഒരുപാട് പേർക്ക് ജോലി കിട്ടിയിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ട് നമ്മുടെ മുമ്പിൽ.
ഇന്റേൺഷിപ്പിന് ചെന്ന സ്ഥലത്ത് തന്നെ. അപ്പൊ അത് വലിയൊരു ഗുണമാണ്. മൂന്നാമത്തേത് നിങ്ങൾക്ക് ഇതിന്റെ ഒരു എക്സ്പീരിയൻസിൽ കൂടി നിങ്ങൾക്ക് കടന്നു പോകാനായി പറ്റും. അതാണ് ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രായോഗികമായ ഒരു പ്രവൃത്തി പരിചയത്തിലൂടെ നിങ്ങൾക്ക് കടന്നു പോകാനായിട്ട് പറ്റും. അപ്പൊ ഈ 3 കാര്യങ്ങൾ പരമപ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇന്റേൺഷിപ്പ് എടുക്കുന്നത് ഉചിതമാണ്. നമുക്ക് നിർബന്ധമില്ല കേട്ടോ, നിർബന്ധമില്ല. പക്ഷെ ഇന്റേൺഷിപ്പ് എടുക്കുന്നതാണ് കൂടുതലായിട്ടുള്ള ഉചിതം. ഓക്കെ, അടുത്തൊരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അടുത്തത് എക്സാമിന്റെ രീതികളാണ്. എക്സാമിന്റെ രീതികളും പ്ലേസ്മെന്റിന്റെ കാര്യങ്ങളും പറയാനുള്ളൂ. എക്സാം എങ്ങനെയായിരിക്കും എന്നാണ്. നമ്മുടെ ഡിപ്ലോമക്കാർക്ക് 4 മൊഡ്യൂളാണുള്ളത്. ആദ്യത്തെ 2 മൊഡ്യൂൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു മൊഡ്യൂൾ എക്സാം ഉണ്ടായിരിക്കുന്നതാണ്. ഒരു മൊഡ്യൂൾ എക്സാം ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ് അടുത്ത 2 മൊഡ്യൂൾ കഴിയുമ്പോൾ രണ്ടാമത്തെ മൊഡ്യൂൾ എക്സാം ഉണ്ടാവും. പിന്നെ ഒരു മോഡൽ എക്സാം ഉണ്ടാവും. അത് കഴിഞ്ഞായിരിക്കും മെയിൻ എക്സാം. എക്സാമുകൾ എല്ലാവരും ഓൺലൈൻ ആയിട്ടായിരിക്കും. ഓൺലൈൻ വീഡിയോ സ്ട്രീമിംഗ് ആയിരിക്കും. നിങ്ങളുടെ എക്സാം വീഡിയോ റെക്കോർഡഡ് ആയിരിക്കും. ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള ഇൻവിജിലേറ്റേഴ്സ് കൂടാതെ സർട്ടിഫിക്കേഷൻ കൗൺസിലിൽ നിന്നുള്ള ഇൻവിജിലേറ്റേഴ്സ് കൂടി ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് എക്സാം സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായിട്ടുള്ള കാര്യങ്ങളിലോട്ടോ മറ്റോ നിങ്ങൾ പോകാതിരിക്കുക എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അവർ കണ്ടെത്തും. ഓക്കെ, അപ്പൊ അങ്ങനെ തെറ്റായിട്ടുള്ള ഒരു രീതിയിലേക്കും പോകാത്ത രീതിയിൽ നല്ല നിലയിൽ എക്സാം എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു സമർപ്പണം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതാണ്. മറ്റൊന്ന് പ്ലേസ്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യമാണ്. പ്ലേസ്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള ഒരു പരസ്യം ഉണ്ടാവും ടിവിയിൽ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള 1-2 സ്ഥാപനങ്ങളുടെ പരസ്യം ഉണ്ടാവും. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പരസ്യം ചെയ്യുന്ന വിദ്യാഭ്യാസ മേഖലയിലെ ചില സ്ഥാപനങ്ങൾ, അവരുടെ പരസ്യത്തിന്റെ ക്യാപ്ഷൻ ഇതാണ്: പഠിച്ചിറങ്ങിയാൽ ഉടൻ ജോലി, 100% പ്ലേസ്മെന്റ്. ഓക്കെ, 100% പ്ലേസ്മെന്റ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന കാര്യം എന്താണ്? ആരെങ്കിലും ഒരാൾ പറയാമോ? 100% പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന കാര്യം എന്താ? പറയാമോ? ഒന്നും തോന്നണില്ലേ? സത്യമാണോ എന്ന് തോന്നും. ഓക്കെ, റൈറ്റ്. അവർ നമുക്ക് ജോലി വാങ്ങിത്തരും. എസ് പ്രതിഭ, ഞാൻ ഉദ്ദേശിച്ചതായിരുന്നു. അവര് നമുക്ക് ജോലി വാങ്ങിത്തരും. ശ്രദ്ധിച്ച് കേൾക്കണോട്ട്. ആ പോയിന്റ് പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചിന്തയിൽ വരുന്ന ഒരു സാധനം, ഉറപ്പായിട്ടും നമുക്ക് ജോലി കിട്ടും. ഈ കോഴ്സ് പഠിച്ചാൽ മതി, ജോലി ആര് വാങ്ങിത്തരും? അവര് വാങ്ങിത്തരും. ഓക്കെ, നമ്മുടെ സ്റ്റുഡൻസ് PROമാര് പറഞ്ഞിരുന്ന കാര്യം എന്താണ് പ്ലേസ്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട്? നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ ആ വാക്ക്? കേട്ടിരുന്നോ? യെസ്, നമ്മുടെ PROമാര് പറഞ്ഞത് 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് എന്നാണ്. 100% പ്ലേസ്മെന്റ് എന്ന് അവര് പറയുന്ന കാര്യവും 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് എന്ന് ഇവിടെ പറയുന്ന കാര്യവും രണ്ടും ഒന്നു തന്നെയാണ്. ശ്രദ്ധിച്ച് കേൾക്കണേ, രണ്ടും ഒന്നു തന്നെയാണ്. ഇപ്പൊ എനിക്ക് ആൻസർ തന്ന പ്രതിഭ ആ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടോട് ഈ പരസ്യം കണ്ടിട്ട് വിളിക്കുകയാണെന്ന് വിചാരിക്കുക. ആ കോഴ്സിന്റെ ഡീറ്റെയിൽസിനെ സംബന്ധിച്ചിട്ട് അവർ പറഞ്ഞത് ഇങ്ങനെ 80,000 രൂപ ഫീസ്, ആദ്യത്തെ 200 ഓഫർ ഉണ്ട്, 6,000 രൂപ ഇന്ന് അടച്ചാൽ നിങ്ങൾക്ക് ജോലി കിട്ടും, അല്ല നിങ്ങൾക്ക് കോഴ്സിൽ ചേരാം, 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, 100% പ്ലേസ്മെന്റ്. ഇത് കേൾക്കുമ്പോ നമ്മുടെ പിന്നെ പ്രതിഭക്ക് തോന്നുന്ന കാര്യം എന്താ? ഉറപ്പായിട്ടും ജോലി കിട്ടും. ഓക്കെ, യഥാർത്ഥത്തിൽ അതൊരു ബ്ലൈൻഡ് ആയിട്ടുള്ള ഫ്രോഡലന്റ് ആയിട്ടുള്ള വഞ്ചനാപരമായിട്ടുള്ള ഒരു ഓഫറാണ് അവർ വെക്കുന്നത്. എന്താ കാരണം? ഞാൻ വിശദീകരിക്കാം. ഒരു സ്റ്റുഡന്റ് ആ ഇൻസ്റ്റിറ്റ്യൂട്ടോട് വിളിക്കുമ്പോൾ ആ സ്റ്റുഡന്റിന്റെ ഫോൺ നമ്പറും ആ സ്റ്റുഡന്റ് പറഞ്ഞു കൊടുത്ത പേരും മാത്രമേ അവർക്ക് അറിയുള്ളൂ. ഈ സ്റ്റുഡന്റിന്റെ അക്കാദമിക് മികവ് എന്താണെന്ന് അറിയില്ല, IQ ലെവൽ എന്താണെന്ന് അറിയില്ല, പെർഫോമൻസ് ലെവൽ എന്താണെന്ന് അറിയില്ല. ഇതൊന്നും അറിയില്ല. ഇതൊന്നും അറിയാത്ത ഒരാളോട് 100% ജോലി എന്ന് എങ്ങനെയാണ് ഉറപ്പ് പറയാൻ സാധിക്കുക? അങ്ങനെ ഉറപ്പ് പറയാൻ പറ്റണമെന്നുണ്ടെങ്കിൽ കേരളത്തിൽ വരുന്ന 10,000-കണക്കിനായ ഹോസ്പിറ്റലുകൾ മുഴുവൻ അവരുടെ ആയിരിക്കണം. ഓക്കെ, ജോലി കിട്ടുന്നുണ്ട്, അവിടെ പഠിച്ചവരെയും ജോലി കിട്ടുന്നുണ്ട്, ഇവിടെ പഠിച്ചവർക്കും ജോലി കിട്ടുന്നുണ്ട്. അവര് ചെയ്യുന്നത് ഒരു സ്ഥലത്തെ വേക്കൻസി, അവർക്ക് ഒരു പ്ലേസ്മെന്റ് സെൽ ഉണ്ട്, നമുക്കും ഒരു പ്ലേസ്മെന്റ് സെൽ ഉണ്ട്. ആ പ്ലേസ്മെന്റ് സെല്ലിൽ ചെയ്യുന്ന കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അവരാദ്യം ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ മുഴുവൻ ഹോസ്പിറ്റലുകളുടെയും HR ഡിപ്പാർട്ട്മെന്റിന്റെ ഡാറ്റ, ഫോൺ നമ്പറും മെയിൽ ID യും അത് നിങ്ങൾക്ക് തരും.
അത് നമ്മളും തരും. ഏതെങ്കിലും ഹോസ്പിറ്റലുകളിൽ വേക്കൻസി ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഗ്രൂപ്പിലോട്ട് ഇട്ട് തരും, അത് നമ്മളും തരും. മനസ്സിലായി? ഓക്കെ. ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ചില ഹോസ്പിറ്റലിൽ വിളിക്കാറുണ്ട്, ഇന്ന സ്ഥലത്ത് ആളുണ്ടോ, വേക്കൻസി ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ ആ വിവരം ഇട്ട് തരും, അത് അവരും ഇട്ട് തരും. അവരിട്ട് തരുന്ന സ്റ്റുഡന്റും നമ്മൾ ഇട്ട് തരുന്ന സ്റ്റുഡന്റും എവിടെ പോയാലാണ് ജോലിക്ക് കയറാൻ സാധിക്കുക? ഇന്റർവ്യൂവിൽ പങ്കെടുക്കണം. ഇന്റർവ്യൂവിൽ നിങ്ങളുടെ പെർഫോമൻസ് എങ്ങനെയാണോ, ഇന്റർവ്യൂവിൽ നിങ്ങളുടെ പെർഫോമൻസിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നിങ്ങൾക്ക് ജോലി ലഭിക്കുക. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായി? ഇന്റർവ്യൂവിൽ നിങ്ങളുടെ പെർഫോമൻസ് ആണ് പ്രധാനം. അപ്പോ ഇന്റർവ്യൂവിൽ പെർഫോം ചെയ്യണം. അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടത്? അതിനു വേണ്ടിയിട്ടുള്ള ഇന്റർവ്യൂ ഗ്രൂമിങ് സെഷൻസ് നമ്മൾ തരും. ഈ കോഴ്സ് കഴിയുന്ന സമയത്താണ്, എക്സാം ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇന്റർവ്യൂ, എങ്ങനെയാണ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടത്, ഡ്രസ് കോഡ് എന്തായിരിക്കണം, എങ്ങനെ നടന്നു ചെല്ലണം, എങ്ങനെ സംസാരിച്ച് തുടങ്ങണം, കസേരയിൽ ഇരിക്കേണ്ടത് എങ്ങനെ, ഈ കാര്യങ്ങൾ മുഴുവൻ ചെറിയ ചെറിയ കാര്യങ്ങളാണ്, പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ആ കാര്യങ്ങൾ ഇന്റർവ്യൂവിൽ ജസ്റ്റേഴ്സ് തുടങ്ങിയിട്ട് A to Z കാര്യങ്ങൾ ഇവിടെ ആ മേഖലയിൽ വിദഗ്ധരായിട്ടുള്ള ആളുകൾ നിങ്ങൾക്ക് എടുത്തു തരും, ക്ലാസ് എടുത്തു തരും. ഓക്കെ. അപ്പോ അങ്ങനെ ഇന്റർവ്യൂവിൽ നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് ജോലി കിട്ടുക. മനസ്സിലായി? ഇതാണ് ഈ പ്ലേസ്മെന്റ് അസിസ്റ്റൻസും തമ്മിലുള്ള വ്യത്യാസം. ഞങ്ങളത് തെറ്റായിട്ടുള്ള വാഗ്ദാനം കൊടുക്കാൻ തയ്യാറല്ല എന്നുള്ളത് കൊണ്ടാണ് 100% പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ കുറെ കൂടി അഡ്മിഷൻ ഞങ്ങൾക്ക് വരുന്നു. പക്ഷെ അത് നമ്മൾ പ്ലേസ്മെന്റ് അല്ല കൊടുക്കുന്നത്. പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജോലി മേടിച്ചു കൊടുക്കണം. നമ്മൾ ജോലിയെല്ലാം മേടിച്ചു കൊടുക്കുന്നത്, നമ്മൾ അവർ ഇന്റർവ്യൂവിൽ പങ്കെടുപ്പിക്കുക എന്നുള്ള കാര്യം മാത്രമാണ് ചെയ്യുന്നത്. ഇന്റർവ്യൂവിന് വേണ്ടി കോൾ ഫോർ ചെയ്യിപ്പിക്കുക എന്നുള്ള കാര്യം മാത്രമാണ് ചെയ്യുന്നത്. ഓക്കെ, റൈറ്റ്. അടുത്തത്, നിങ്ങൾക്ക് പിന്നെ ക്ലാസ്സിനകത്ത് നിങ്ങൾക്ക് ഒരു സംശയം വന്നു, എങ്ങനെ ദൂരീകരിക്കും? ആരെങ്കിലും ഒരാൾ പറയാമോ? എങ്ങനെയാ? നിങ്ങൾ കുറെ ആളുകൾ ലൈവ് ക്ലാസ്സിൽ കയറുന്ന ആളുകളുണ്ട്, കുറെ പേര് റെക്കോർഡ് ക്ലാസ്സിൽ കയറുന്ന ആളുകളുണ്ട്. ലൈവ് ക്ലാസ്സിന്റെ റെക്കോർഡ് ക്ലാസ് പിന്നീട് എടുത്ത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം, ആ സംശയം എങ്ങനെ പരിഹരിക്കും? കമോൺ. ഹലോ, ഞങ്ങൾക്ക് സംശയമൊന്നും ഉണ്ടാവൂല സാറേ. അങ്ങനെയാണോ? സംശയങ്ങളൊന്നും ഇല്ലാത്ത ആളുകളാണോ നിങ്ങൾ? സംശയങ്ങൾ ചോദിക്കാനായിട്ട് ലൈവ് ക്ലാസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ടീച്ചർമാരോട് ചോദിക്കാം, നെക്സ്റ്റ് ക്ലാസ് മിസ്സിനോട് ചോദിക്കാം, അതൊരു ഓപ്ഷനാണ്. റെക്കോർഡ് ക്ലാസ് മാത്രം കാണുന്ന ഒരാളാണെങ്കിൽ ഹൗ ക്യാൻ? റെക്കോർഡ് ക്ലാസ് മാത്രം കഴിയുന്ന ഒരാളാണെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, അറിയില്ല, യെസ്, അതിൽ ചെയ്യാവുന്ന കാര്യം കമന്റ് ഇട്ടാൽ മറുപടി കിട്ടാൻ സാധ്യതയില്ല. ഹന്ന ബത്തുൽ, ഞാനൊരു ഫോൺ നമ്പർ നിങ്ങൾക്ക് ഇവിടുന്ന് തരും. ആ നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ചിട്ട് നിങ്ങളുടെ സംശയം അതിലേക്ക് വാട്സപ്പ് ചെയ്തിടുക. ആ നമ്പറിൽ നിന്ന് അവർ ടീച്ചർമാരോട് ആ സംശയത്തിന് മറുപടി ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഇട്ടു തരും. ഓക്കെ സാർ, എന്തിനാണ് ഈ പണി നടത്തുന്നത്? ഞങ്ങൾക്ക് ടീച്ചർമാരുടെ നമ്പർ നേരെ തന്നാ പോരെ? അതുപോലെ എന്തിനാണ് ഇടയിൽ ഒരാൾ നിന്നിട്ട് ഇതിങ്ങനെ താങ്ങി കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നത്? അതിന്റെ ആവശ്യമില്ലല്ലോ. അതിന്റെ ഒരു ആവശ്യമുണ്ട്, ഞാൻ പറയാം, ഒന്ന് കേൾക്കണേ. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു 56,000-ഓളം വിദ്യാർത്ഥികളാണ്. ഓക്കെ, ടീച്ചർമാരുടെ നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിലുള്ള പ്രശ്നം, അവർക്ക് തുരുതുരാ കോളുകൾ വരും. ഇന്നലെ ഇസ്രായേലി ബോംബിട്ടില്ലേ ഇറാനില്, തുരുതുര, അതുപോലെ തുരുതുരാ കോളുകൾ വന്നുകൊണ്ടിരിക്കും. അവരുടെ പേഴ്സണൽ ലൈഫിനെ ബാധിക്കുന്ന രീതിയിൽ രാവിലെ തുടങ്ങി രാത്രി വരെ കോൾ എടുക്കാനേ സമയം ഉണ്ടാവുള്ളൂ. 56,000-ന്റെ 10% എത്രയാണ്? 5,600 അല്ലേ? 5,600. ഇനി അതിന്റെ 1% എടുത്തിട്ടുണ്ടെങ്കിൽ 560 പേരാ. 560 കോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന് മാത്രം വരുന്നു ഈ ടീച്ചർമാർക്ക് ഒരു ദിവസം. പ്രശ്നമല്ലേ? അപ്പൊ അതുകൊണ്ടാണ് ക്ലാസ് കഴിയുന്നവരെയും ഒരു കാരണവശാലും ടീച്ചർമാരുടെ ഫോൺ നമ്പർ ആർക്കും തരുന്നതല്ല. ശ്രദ്ധിച്ച് കേൾക്കണേ, ടീച്ചർമാരുടെ ഫോൺ നമ്പർ ആർക്കും തരുന്നതല്ല. ഓക്കെ, അടുത്തൊരു ഭാഗം, നമ്മൾ ഫീസിന്റെ കാര്യം പറഞ്ഞു. ഫീസ് അടക്കുന്ന രീതി പറയാം. ഞാൻ ആദ്യത്തെ 1000 രൂപ നിങ്ങൾ അടച്ചു കഴിഞ്ഞു. ഓക്കെ, ഞാൻ സാധാരണ ഈ ക്ലാസ് എടുക്കുന്നതേ ഇതിപ്പോ 1 മണിക്കൂർ കൊണ്ടും തീരും നമ്മുടെ ക്ലാസ്. ഓക്കെ, സാധാരണ ഈ ക്ലാസ് ഒരു 2.5 മണിക്കൂർ കൊണ്ട് നീട്ടിപ്പിടിച്ചാണ് എടുക്കാറുള്ളത്. ഇപ്പൊ ഉച്ചക്ക് 11:30 മണിയോട് കൂടിയിട്ട് വേറൊരു ക്ലാസ് കൂടി ഉള്ളത് കൊണ്ട് പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ അതിന്റെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ പറയാം. ഓക്കെ, അപ്പോ നമ്മൾ പറഞ്ഞു വന്നത് ഫീസിന്റെ കാര്യമാണ്. ഫീസ് അടക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പിന്നെ 1 മാസം ഒക്കെ എത്തുമ്പോഴായിരിക്കും നമ്മൾ ഇവിടുന്ന് വിളിക്കുക. 1000 രൂപ നിങ്ങൾ ആദ്യം അടച്ചു. ഇനി ഫീസ് 2 രീതിയിൽ നിങ്ങൾക്ക് അടക്കാം. ഒന്നുകിൽ ഒരുമിച്ച് അടക്കാം.
ഒരുമിച്ചടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതൊരു സ്പെഷ്യൽ ഓഫർ ഉണ്ടായിരിക്കും. 1000 രൂപയുടെ ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും. ഇന്ന് പിന്നെ ജൂൺ മാസം എത്രാം തീയതിയാണ്? 14 തീയതിയാണ് അല്ലെ? അപ്പോ ഒരു 19 തീയതിക്കുള്ളിലാണ് നിങ്ങൾ ഫീസ് അടക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് അടച്ചാൽ 1000 രൂപ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ. ഇനി അതല്ല, മാസം തോറും 1000 രൂപ വെച്ച് അടക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ പാവപ്പെട്ട സാധാരണ വീട്ടമ്മമാരല്ലേ ഈ പഠിക്കുന്നതിൽ ഭൂരിഭാഗം പേര്. അപ്പൊ 1000 രൂപ വെച്ച് അടച്ചാൽ മതി. അതടക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ അക്കൗണ്ട് സെക്ഷനിൽ നിന്നായിരിക്കും നിങ്ങളെ വിളിക്കുന്നത്. അവരുടെ അക്കൗണ്ട് നമ്പർ തരും, അതിലേക്കാണ് പൈസ അടക്കുന്നത്. പൈസ അടച്ചു കഴിഞ്ഞാൽ നിർബന്ധമായും നിങ്ങൾ സ്ക്രീൻഷോട്ട് ഇട്ട് കൊടുക്കണം. ചില ആളുകൾ ചോദിക്കും, സാറേ ഞങ്ങൾ അടച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അതൊന്ന് ചെക്ക് ചെയ്താൽ പോരെയെന്ന്. നമ്മുടെ ഓഫീസില് ഈ 56,000 പിള്ളേര് ഫീസ് അടക്കുന്നതാ. ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. പെരുമഴ ഈ ഇടവപ്പാതി പെയ്യുന്നത് കേട്ടിട്ട് അതുപോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരിക്കും ട്രാൻസാക്ഷൻസ്. അതിനിടയിൽ തന്നെ ഒരു പിന്നെ ഒരു ആതിര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 250 ആതിര ഉണ്ടാവും. മനസ്സിലായില്ലേ? നമുക്ക് ഒരു കാരണവശാലും കണ്ടെത്താൻ പറ്റൂല. അപ്പൊ നിങ്ങൾ നിശ്ചയമായും നിങ്ങളുടെ സ്ക്രീൻഷോട്ട് അവർക്ക് ഇട്ട് കൊടുക്കുക. അതൊരു കാരണവശാലും മറക്കരുത്. ചില കുട്ടികൾ ഫീസ് അടക്കും, സ്ക്രീൻഷോട്ട് ഇടാൻ മറന്നു പോകും. നമുക്കത് കണ്ടുപിടിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോ അത് നമുക്ക് ഫീസ് അടച്ചാൽ പിന്നെ കണക്കാക്കാൻ പറ്റില്ലാന്നേ. അത് സസ്പെൻസ് അക്കൗണ്ടിൽ എടുക്കുള്ളൂ ആ ഫീസ്. അപ്പൊ അത് നിങ്ങൾ തന്നെയാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഒരു കാരണവശാലും അടച്ചിട്ട് പിന്നെ സ്ക്രീൻഷോട്ട് ഇട്ട് കൊടുക്കാതിരിക്കരുത്. രണ്ടാമത്തേത്, ഒരു നിശ്ചിത തീയതി ഉണ്ടാവും നിങ്ങൾക്ക് ഫീസ് അടക്കുന്നതിന് വേണ്ടിയിട്ട്. ആ തീയതിക്കുള്ളിൽ നിങ്ങൾ നിർബന്ധമായും ഫീസ് അടച്ചിട്ട് ഉണ്ടാകണം. ഓക്കെ. അതിന് വേണ്ടിയിട്ട് ഒരു തവണ നിങ്ങളെ വിളിക്കും, പിന്നെ ഒരു റിമൈൻഡർ മെസ്സേജ് കൂടി ഇടും. അത്രേ ചെയ്യുള്ളൂ. ആ ഡേറ്റിനുള്ളിൽ നിങ്ങൾ അടച്ചില്ല എന്നുണ്ടെങ്കിൽ ആയിക്കോളും പിന്നീട് സെക്കൻഡ് ബാക്കപ്പിൽ കോൾ ചെയ്യുന്നതും പറ്റും. ഓക്കെ. ഒരു കാര്യം ഞാൻ പക്ഷെ പറയാട്ടോ നിങ്ങളോട്. അതായത് പിന്നെ നമ്മളെല്ലാവരും മനുഷ്യരല്ലേ, പല പല സാഹചര്യങ്ങൾ വന്നുപെടാം, പലതരത്തിലുള്ള ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ വന്നുപെടാം. അപ്പോ ഒരു മാസം നിങ്ങൾക്ക് ഫീസ് അടക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യും? ഇത്രാം തീയതി അടക്കാന്ന് നിങ്ങൾ വിചാരിച്ചു, നിങ്ങൾ വാക്ക് പറഞ്ഞു പോയി. പക്ഷെ വാക്ക് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഫീസ് അടക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? പിന്നെ നമ്മൾ അക്കൗണ്ട് സെക്ഷനിൽ വിളിച്ചാൽ പിന്നെ ഫോൺ എടുക്കരുത്. ഓക്കെ. മെസ്സേജ് ഇട്ടാൽ അതിന് റിപ്ലൈയും കൊടുക്കരുത്. നമുക്ക് കാണുന്ന ചില അനുഭവങ്ങൾ അങ്ങനെയാണ്. ഒരു കാരണവശാലും അങ്ങനെയല്ല നിങ്ങൾ ചെയ്യേണ്ടത്. നിശ്ചയമായിട്ടും നിങ്ങൾ മറുപടി കൊടുക്കുക, എനിക്ക് ഇന്ന പോലൊരു പ്രശ്നം പറ്റി. ആ പ്രശ്നം പറ്റിയെന്ന് പറഞ്ഞാലും മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നേ. നിങ്ങൾ ഫീസ് അടച്ചില്ല എന്നുള്ള കാരണം കൊണ്ട് ഈ ക്ലാസ്സിൽ നിന്ന് ഒരാളെ പോലും ഞങ്ങൾ പുറത്താക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ മെയിൽ ID ബ്ലോക്ക് ചെയ്ത് നിങ്ങൾക്ക് ക്ലാസ് കിട്ടാതിരിക്കുന്ന സംവിധാനത്തിലൂടെ നമ്മൾ എത്തിക്കില്ല. ഷുവർ. മനസ്സിലായി? ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഫീസ് അടക്കാനുള്ള സാവകാശം തരും. നമ്മളെല്ലാവരും മനുഷ്യരല്ലേ, പരസ്പരം കാര്യങ്ങൾ മനസ്സിലാക്കി പോകാനായിട്ട് പറ്റൂലേ? പക്ഷെ നിങ്ങൾ ഒരു ഡേറ്റ് പറയാതിരിക്കുകയോ റിപ്ലൈ ചെയ്യാതിരിക്കുകയോ ചെയ്താൽ അതൊരു മോശമായിട്ടുള്ള രീതിയാണ്. ഇപ്പൊ നിങ്ങളൊരു സ്ഥലത്ത് ജോലി ചെയ്യാന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് ശമ്പളം മുതലാളി തരാന്ന് പറഞ്ഞ ശമ്പളം 10-ാം തീയതി തരാന്ന് പറഞ്ഞു ശമ്പളം. നിങ്ങൾക്ക് ആ ശമ്പളം കിട്ടിയിട്ട് വേണം കേബിളുകാരന്റെ പൈസ കൊടുക്കാൻ, വീടിന്റെ വാടക കൊടുക്കാൻ, പത്രത്തിന്റെ പൈസ കൊടുക്കാൻ, പിന്നെ ദശമൂലജീവികാരിഷ്ടം മേടിക്കാൻ, മീൻകാരന് കൊടുക്കാൻ ഒക്കെ ആ പൈസ കിട്ടിയിട്ട് വേണം അല്ലേ? നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലും അതുപോലെ തന്നെയാണെന്ന്. നിങ്ങൾ തരുന്ന ഈ 1000 രൂപ വെച്ചിട്ട് നമ്മുടെ ദൈനംദിന കാര്യങ്ങൾ ചെയ്തു പോകുന്നത്. നമുക്ക് 4-5 ഓഫീസുകളാണ് ഉള്ളത്, 100 ചില്ലാൻ വരുന്ന ജീവനക്കാരുണ്ട് നമുക്ക്. ഓക്കെ. അപ്പൊ ഇത്രയും പേരുടെ കാര്യങ്ങൾ, വണ്ടി ഓടുന്നതിന്റെ പെട്രോള്, ഈ സോഫ്റ്റ്വെയറുകളുടെ വമ്പൻ വാടക, പാൽക്കാരനോട് നിങ്ങൾക്ക് ഒരു പക്ഷെ 10 ദിവസം കഴിഞ്ഞിട്ട് തരാനായിട്ടുള്ള പാൽക്കാരൻ നിൽക്കും. സോഫ്റ്റ്വെയറുകളൊക്കെ ആ പ്രശ്നം എന്ന് വെച്ചാലേ എല്ലാത്തിന്റെയും അതിന്റെ കമ്പനികളൊക്കെ അമേരിക്കൻ കമ്പനികളാണ്. ആ ഡേറ്റിൽ അടച്ചില്ലേ അന്ന് രാത്രി 12 മണിക്ക് സാധനം കട്ടായിരിക്കും. മനസ്സിലായി? അപ്പോ നമ്മുടെ ദൈനംദിന ചെലവുകൾ നമ്മൾ അടച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഈ ഫീസ് കിട്ടിയിട്ടാണ്. അപ്പൊ ഒരു കാരണവശാലും അതിനകത്തൊരു മുടക്കം വരാതിരിക്കുക. എന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, നമുക്കത് മനസ്സിലാക്കാൻ പറ്റും, അത് നമുക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ. അപ്പൊ ഞാൻ എക്സാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യം പറഞ്ഞു, ഫീസുമായി ബന്ധപ്പെട്ട് പറഞ്ഞു, സർട്ടിഫിക്കറ്റ് പറഞ്ഞു, കോഴ്സിന്റെ ഡ്യൂറേഷൻ പറഞ്ഞു, എക്സാം രീതികൾ പറഞ്ഞു അല്ലേ? ഇത്തരം കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇപ്പോ ഇനി 2 കാര്യം കൂടിയിട്ടുള്ളൂ, അവസാനിപ്പിക്കാം. 11-ക്ക് നമുക്ക് അവസാനിപ്പിക്കാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം. ഈ ക്ലാസ്സിലുള്ള മുഴുവൻ പേരുടെയും സംശയങ്ങൾ കേട്ടതിന് ശേഷം മാത്രമേ ഞാൻ പിന്നെ ഈ ചെയറിൽ നിന്ന് എഴുന്നേൽക്കുള്ളൂ. ഒറ്റ കാര്യം ചോദിച്ചോട്ടേടാ, ഈ ഗൂഗിൾ മീറ്റിന്റെ കാര്യം നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ. ഈ ഗൂഗിൾ മീറ്റിന്റെ ലിങ്ക് നിങ്ങൾക്ക് എല്ലാ ദിവസവും കിട്ടുമോ? എങ്ങനെയാണത്? ആരെങ്കിലും ഒരാളെ പറയാമോ? ഗൂഗിൾ മീറ്റിന്റെ ലിങ്ക്
എല്ലാ ദിവസവും വാട്സപ്പ് ഗ്രൂപ്പിൽ വരുമോ? എല്ലാ ദിവസവും ഗൂഗിൾ മീറ്റിൽ വരത്തില്ല, പക്ഷേ നമുക്ക് ആ ഒരു കോഡ് തന്നിട്ടുണ്ടല്ലോ, ആ കോഡ് നമ്മൾ ക്ലാസ് റൂമിന്റെ ലിങ്കിൽ കയറിയിട്ട് അത് എടുത്തിട്ടാണ് കയറേണ്ടത്. ഓക്കെ, റൈറ്റ്. ഗൂഗിൾ മീറ്റിന്റെ ലിങ്ക് കിടക്കുന്നത് ഗൂഗിൾ ക്ലാസ് റൂമിലാണ്. ആ ലിങ്ക് ആണ് നിങ്ങളുടെ പെർമനന്റ് ലിങ്ക്. എല്ലാ ദിവസവും ആ ലിങ്ക് തന്നെ ആയിരിക്കും കേട്ടോ. ഈ ക്ലാസ് തീരുന്നത് വരെ നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ്സുകൾ നടക്കുന്നത് ആ ലിങ്കിൽ കൂടി തന്നെ ആയിരിക്കും. ഓക്കെ, ഞാൻ പെട്ടെന്ന് നോർമലി വന്നപ്പോ ഒരു സംശയം വരാൻ സാധ്യതയുള്ള ഒരു കാര്യം അതിന്റെ പേരിൽ പറഞ്ഞു വെച്ചതാണ്. ഓക്കെ, അടുത്ത 2 കാര്യങ്ങൾ കൂടി പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കാം. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാല്, ഈ ക്ലാസ്സിനകത്ത് ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ വീട്ടമ്മമാരാണ്, അല്ലെ? രാവിലെ മുതൽ വൈകുന്നേരം വരെയും പണിയെടുത്ത് നട്ടെല്ല് പൊട്ടിയാലും പണി തീരൂല. വീട്ടുകാരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വീട്ടുകാർ എന്ത് പറയും? അവൾക്ക് പണിയൊന്നുമില്ല, എന്ത് ചെയ്യുന്നു? വീട്ടിലെ കുട്ടികളോട് ചോദിച്ചിട്ടുണ്ടാ? വാപ്പ എന്ത് ചെയ്യുന്നു? അച്ഛൻ എന്ത് ചെയ്യുന്നു? അപ്പച്ചൻ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാല് അച്ഛൻ ഇന്ന പോലെ ചെയ്യുന്നു. അമ്മയോ? ഉമ്മച്ചിക്ക് വേറെ പണിയൊന്നുമില്ല എന്ന് പറയും. പക്ഷെ ഉമ്മച്ചി രാവിലെ തുടങ്ങിയിട്ട് രാത്രി വരെ കിടന്ന് നടുപൊട്ടി പണിയെടുക്കുകയാണ്. മനസ്സിലായി? അപ്പോ അത്തരത്തിലുള്ള ആളുകളാണ് ഈ ക്ലാസ്സിനകത്ത് കയറിയിട്ടുള്ളതിൽ ഭൂരിപക്ഷം ആളുകൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പക്ഷേ ഇതിൽ പല ആളുകളും ജീവിതത്തിൽ കോൺവെക്കേഷൻ എന്ന് പറയുന്ന ഒരു സാധനം, കോൺവെക്കേഷൻ എന്ന് പറയുന്ന ഒരു അനുഭവത്തിൽ കടന്നു പോയിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് ഈ കോഴ്സിനോടൊപ്പം കോഴ്സിന്റെ കോൺവെക്കേഷൻ ഉണ്ടായിരിക്കുന്നതാണ് നിങ്ങൾ നേടിയിട്ടുള്ള ഉജ്ജ്വലമായിട്ടുള്ള വിജയം. നേടിയിട്ടുള്ള ഉജ്ജ്വലമായിട്ടുള്ള വലിയ വിജയം. അത് തിളങ്ങുന്ന കണ്ണുകളോടെ തല ഉയർത്തിപ്പിടിച്ച് നട്ടെല്ല് നിവർത്തിപ്പിടിച്ച് നിങ്ങളുടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ മുന്നിൽ നിന്നിട്ട് നിങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റ്, ആ കോൺവെക്കേഷൻ യൂണിഫോം ഒക്കെ ഇട്ട് ക്യാപ്പൊക്കെ വെച്ച് മെഡലൊക്കെ കഴുത്തിലണിഞ്ഞ് നിങ്ങൾ നിൽക്കുന്നൊരു സീൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലായി. അപ്പൊ അങ്ങനെ കോൺവെക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടാവും. അതിന്റെ കാര്യങ്ങൾ വിശദമായിട്ടുള്ള വിവരങ്ങൾ ഞങ്ങൾ ക്ലാസ് കഴിയുന്ന സമയത്ത്, എക്സാം കഴിയുന്ന സമയത്ത് പറയാം. നിങ്ങളിൽ എത്ര പേരില്ലാന്നുണ്ടെങ്കിൽ, കുറെ പേർക്കൊന്നും വരാൻ പറ്റിയെന്ന് വരൂല, ഓൺലൈൻ ക്ലാസ് ആണല്ലോ പല ദൂരങ്ങളിൽ നിന്ന്. നമ്മുടെ സ്മാർട്ട് ശ്രീ എഡ്യൂ കൺസൾട്ടൻസി എന്ന് പറഞ്ഞ് ഇൻസ്റ്റയിൽ നിങ്ങൾ കയറിയാൽ നമ്മുടെ കോൺവെക്കേഷൻസും ബാക്കി കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് നമ്മൾ കോൺവെക്കേഷൻ നടത്തുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, ഇതൊരൊറ്റ കാര്യം ആണ് പറയാനുള്ളത്. ഇനി അടുത്തത് ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു ബോറടിച്ചിട്ടുണ്ടാവും നിങ്ങൾ, അല്ലേ? ഞാനേ ഒരു കഥ പറയാം, എല്ലാവരും ഒന്ന് കേൾക്കണേ. ചെറിയൊരു കഥയാണ്, പെട്ടെന്ന് അവസാനിക്കും. ഓക്കെ, ഞാൻ ഈ പറയുന്ന കഥയിലെ വാക്കുകൾ അത് നിങ്ങൾ ഭാവനയിൽ നിങ്ങളുടെ മനസ്സിലേക്ക് വിചാരിക്കണേ. ഭാവനയിൽ നിങ്ങളുടെ മനസ്സിലോട്ട് വിചാരിക്കണേ. ഓക്കെ, മനസ്സിൽ വിചാരിക്കണം ഞാൻ പറയുന്ന ഓരോ ദൃശ്യവും. ഓക്കെ, ഒരു വലിയ പാടം, ഏക്കർ കണക്കിന് പൂത്തുലഞ്ഞു നിൽക്കുന്ന ഒരു പാടം, നിറയെ ഒരു നെൽവയലാണത്. നിറയെ കതിരിട്ടിരിക്കുകയാണ്. സൂര്യന്റെ പൊൻകിരണങ്ങളേറ്റി അതിലെ ഓരോ കതിരുകളും സ്വർണമണികൾ പോലെ തിളങ്ങി നിൽക്കുന്നു. ഓക്കെ, അതിന്റെ നടുവിലൂടെ ഒരു ഒറ്റയടി വരമ്പുണ്ട്, ഒരു ഒറ്റയടി പാത. ആ ഒറ്റയടി പാത ചെന്ന് അവസാനിക്കുന്നത് ഓലമേഞ്ഞ ഒരു കുടിലിലാണ്. ഇപ്പൊ നിങ്ങൾ പാടം കണ്ടു, സൂര്യന്റെ രശ്മികൾ വരുന്നത് കണ്ടു, ഈ കതിരുകൾ കാറ്റത്ത് ഇങ്ങനെ സ്വർണമണികൾ പോലെ ഇളകുന്നത് കണ്ടു. ഇതൊക്കെ കണ്ടില്ലേ നിങ്ങൾ? ഭാവനയിൽ കണ്ടുകൊണ്ടിരിക്കണോ? അങ്ങനെ ആ വീടിന്റെ വരമ്പിലൂടെ വൈകുന്നേരം അതാ ഒരു മുത്തച്ഛൻ കടന്നു വരാണ്. കയ്യിലൊരു മൺവൈറ്റൊക്കെ വെച്ച് നല്ല കറുത്ത നിറം, അപ്പൂപ്പൻ താടി പോലെ തിളങ്ങുന്ന വെള്ളി നൂലുകൾ പോലെയുള്ള നീണ്ടു വളർന്ന മുടിയിലകളും താടിയൊക്കെ ആയിട്ടുള്ള ഒരു അപ്പൂപ്പൻ, നല്ല കറുത്തിട്ടൊരു അപ്പൂപ്പൻ, പക്ഷെ നല്ല വെളുത്ത താടി, വെളുത്ത മുടി. അപ്പൂപ്പൻ ആ ചെറിയ വീടിന്റെ ആ ഓലമേഞ്ഞ കുടിലിന്റെ മുറ്റത്ത് വന്നു കയ്യും കാലൊക്കെ കഴുകി ഇറയത്തൊരു ബെഞ്ച് ഇട്ടിട്ടുണ്ട്. ആ ബെഞ്ചിൽ ഇരിക്കുകയാണ്. ഇറയത്തൊരു ബെഞ്ചിൽ ഇരിക്കുമ്പോൾ അപ്പോൾ ഇന്ന് സന്ധ്യയായി, നേരം ഇരുട്ടി. പിന്നെ ആകാശത്ത് താരകങ്ങൾ പൊട്ടിവിടർന്നു. അനന്തകോടി ആകാശ താരകങ്ങൾ ഇങ്ങനെ ജ്വലിച്ചു നിൽക്കാണ്. മനസ്സിൽ കാണണോട്ടോ, ചുവന്ന നക്ഷത്രങ്ങൾ, വെളുത്ത നക്ഷത്രങ്ങൾ, മഞ്ഞ നക്ഷത്രങ്ങൾ ഒക്കെ അകലെ. ചിലത് നന്നായി പ്രകാശിക്കുന്നു, ചിലതൊരു മിന്നാമിനുങ്ങ് പോലെ ഇങ്ങനെ നിൽക്കുന്നു. അങ്ങനെ കുറെ നക്ഷത്രങ്ങളുണ്ട്. ആ സമയത്ത് വീടിന്റെ അകത്ത് നിന്ന് ഈ മുത്തച്ഛന് എത്ര വയസ്സാണെന്ന് അറിയോ? ഈ മുത്തച്ഛന് 92 വയസ്സുണ്ട് കേട്ടോ. 92 വയസ്സുള്ള ഒരു മുത്തച്ഛൻ. ആ മുത്തച്ഛൻ അങ്ങനെ ഇരിക്കുമ്പോൾ വീടിന്റെ അകത്തുനിന്ന് ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് 35 വയസ്സുണ്ട്.
35 വയസ്സുള്ള ആളെ പെൺകുട്ടി എന്ന് തന്നെ പറയുമല്ലേ. ഓക്കെ, എന്തായാലും അത് അദ്ദേഹത്തിന്റെ ചെറുമകളാണ്. ആ ചെറുമകള് കടന്നു വന്നു. ചെറുമകളും അപ്പൂപ്പൻ തമ്മിൽ ഭയങ്കര കൂട്ടാണ് കേട്ടോ. അപ്പൊ 92 വയസ്സുള്ള അപ്പൂപ്പൻ, 35 വയസ്സുള്ള ചെറുമോള്, റൈറ്റ്. അപ്പൊ ഇവര് തമ്മിൽ ഒരു മത്സരം തുടങ്ങാൻ പോവാണ്. അവർ ഇന്നലെ കളിച്ച് ബാക്കി വെച്ച കളിയാണത്. ആകാശത്തെ നക്ഷത്രങ്ങളെ എണ്ണ ഇവര്. നക്ഷത്രം എണ്ണുക, നീ എന്നെ നക്ഷത്രം എണ്ണിച്ചല്ലോടാ എന്നൊക്കെ നമ്മൾ ചില കഥകളിലൊക്കെ കേൾക്കാറുണ്ട്. അവരതുപോലെ നക്ഷത്രം എണ്ണുന്ന ഒരു കളിയാണ് നടത്തുന്നത്. അങ്ങനെ അവർ കളി തുടങ്ങി. മുത്തച്ഛൻ 1, 2, 3 നിങ്ങൾ തൊട്ടെണ്ണി. ചെറുമോളും 1, 2, 3 തൊട്ടെണ്ണി. മുത്തച്ഛൻ 700 നക്ഷത്രങ്ങൾ എണ്ണി. എത്ര? 700 നക്ഷത്രങ്ങൾ. മുത്തച്ഛൻ 700 നക്ഷത്രങ്ങളെ എണ്ണി. ചെറുമോള് 300 നക്ഷത്രങ്ങൾ എണ്ണി. ഓക്കെ, നിങ്ങൾ ഭാവനയിൽ കാണണേ. 92 വയസ്സുള്ള ഒരു മുത്തച്ഛൻ, 35 വയസ്സുള്ള ഒരു ചെറുമോള്. 92 വയസ്സുള്ള മുത്തച്ഛൻ 700 നക്ഷത്രങ്ങളെ എണ്ണിക്കഴിഞ്ഞു. 35 വയസ്സുള്ള ചെറുമകള് 300 നക്ഷത്രങ്ങളെ എണ്ണി. ഓക്കെ, കളി കഴിഞ്ഞു. അവരുടെ കളി കഴിഞ്ഞു, നമ്മുടെ കഥയും കഴിഞ്ഞു. ഓക്കെ, കളിയും കഴിഞ്ഞു, നമ്മുടെ കഥയും കഴിഞ്ഞു. എന്തെങ്കിലും മനസ്സിലായോ? ഇനി ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ഒറ്റ ചോദ്യം. ഞാൻ ഈ കഥയിൽ പറഞ്ഞിട്ടുള്ള നമ്പറുകൾ, അതിന്റെ ക്രമത്തിൽ ആരെങ്കിലും ഒരാളെ പറയാമോ? കമോൺ. ഞാനേ കഥയിൽ കുറച്ച് നമ്പറുകൾ പറഞ്ഞല്ലോ. 92, 35, റൈറ്റ്. 92, 35. അപ്പൂപ്പൻ എത്ര നക്ഷത്രങ്ങൾ എണ്ണി? 95. ഒറ്റ ഇടി വെച്ചെറിഞ്ഞ 92. 700, 300. യെസ്, അതിനെ ഫുൾ ആയിട്ട് ഇട്ടിട്ടുണ്ട്. 92, 35, 700, 300. റൈറ്റ്. ഓക്കെ, ബസ്. 92, 35, 700, 300. അത് എന്റെ ഫോൺ നമ്പറാണ്, എന്റെ ബിസിനസ് നമ്പറാണ് കേട്ടോ. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ, എന്ത് സംശയം വന്നിട്ടുണ്ടെങ്കിലും ഏത് പാതിരാക്കം എന്നെ വിളിക്കാം നിങ്ങൾക്ക്, അല്ലെങ്കിൽ വാട്സാപ്പിൽ കണക്ട് ചെയ്യാം. ഓക്കെ, ടീച്ചർമാരോട് ചോദിക്കാനുള്ള സംശയങ്ങൾ നിങ്ങൾ ഇട്ട് തരാനുള്ളത് ആ ഫോൺ നമ്പറിലേക്കാണ്. ഞാൻ ഇപ്പൊ പറഞ്ഞു തന്ന നമ്പർ ഉണ്ടല്ലോ, ആ നമ്പറിലേക്കാണ് നിങ്ങൾ ഇട്ട് തരേണ്ടത്. ഇനി ഈ നമ്പർ നിങ്ങൾ ഏത് ജീവിതത്തിൽ മറക്കൂല, നിങ്ങൾ ഓർമ്മയിൽ എല്ലാ കാലത്തും ഉണ്ടാവും. ഓക്കെ, എന്റെ പേര് ജയദേവ്. ഓക്കെ, അപ്പോ പിന്നെ ഈ നമ്പർ പക്ഷെ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഫോണിൽ ഒന്ന് സേവ് ചെയ്ത് വെച്ചേക്കണം. എന്താ കാരണം എന്ന് വെച്ചാല്, നമ്മൾ ഇവിടെ നിന്ന് കുറെ ബ്രോഡ്കാസ്റ്റ് മെസ്സേജസ് ഇടും നിങ്ങൾക്ക്. വേക്കൻസികളുടെ കാര്യം, ഹെൽത്ത് കെയർ മേഖലയിലെ അപ്ഡേഷൻസിന്റെ കാര്യം, കോഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് ആയിട്ടായിരിക്കും വരുന്നത്. ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്റെ നമ്പർ നിങ്ങളും നിങ്ങളുടെ നമ്പർ ഞാനും സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാകണം. അപ്പൊ അതുകൊണ്ട് എല്ലാവരും നിർബന്ധമായും ഈ നമ്പർ നിങ്ങളുടെ ഫോണിൽ ഒന്ന് സേവ് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, സേവ് ചെയ്ത് വെച്ചേക്കുക. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ കേട്ടോ. ഗൂഗിൾ മീറ്റിൽ കയറി ലൈവ് ക്ലാസ് കാണാൻ തിരക്കുള്ള ആളുകൾ ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വീട്ടമ്മമാര് പഠിക്കുന്ന കാലത്ത് ചിത്രശലഭങ്ങളെ പോലെ പാരി നടന്നിരുന്നവരാണ്. എന്തൊക്കെ സ്വപ്നങ്ങളാണ് കണ്ടിട്ടുള്ളത്, ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ കല്യാണം കഴിഞ്ഞോടുകൂടിയിട്ട് സ്വപ്നം കണ്ട ചിത്രശലഭത്തിന്റെ പൂത്തുമ്പിയുടെ 2 ചെറിയ കട്ട് ചെയ്ത് കഴിഞ്ഞു. സാഹചര്യങ്ങൾ കൊണ്ടാണ്. ഓക്കെ, ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ തലയിൽ വന്നു വീണു. പിന്നെ പറക്കാൻ പോലും നടക്കാൻ പോലും പറ്റാത്ത പരുവത്തിലോട്ടായി അല്ലേ. അപ്പൊ ഒരുപാട് വീട്ടമ്മമാർക്ക് അവരുടെ പിന്നെ ജീവിത ചുറ്റുപാടുകളിൽ നിന്നുകൊണ്ട് എല്ലാ ദിവസവും ലൈവ് ക്ലാസ്സിൽ കയറാൻ പറ്റിയെന്ന് വരൂല. റെക്കോർഡ് ക്ലാസ്സിൽ കയറാൻ പറ്റിയെന്ന് വരൂല. റെക്കോർഡ് ക്ലാസ് മണിക്കൂറുകൾ ഇരുന്ന് കാണാൻ പറ്റിയെന്ന് വരൂല. ചില ആളുകൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഫോൺ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തലവേദന. അപ്പൊ ഇത്തരത്തിലുള്ള പ്രശ്നമുള്ള ആളുകൾക്ക്, ശ്രദ്ധിച്ച് കേൾക്കുക, പ്രശ്നമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഗൈഡ് തയ്യാറാക്കിയിട്ടുണ്ട്. ആ ഗൈഡിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതൊരു സിലബസ് ബേസ്ഡ് കോഴ്സ് ആണല്ലോ. ആ ഗൈഡിൽ നിന്നുള്ള ചോദ്യങ്ങൾ മാത്രമേ, 100% ചോദ്യങ്ങളും എക്സാമിന് വരുന്ന ആ ഗൈഡിൽ നിന്ന് മാത്രം വരുള്ളൂ. ആ ഗൈഡിൽ ഏകദേശം 1100ഓളം ചോദ്യങ്ങളാണുള്ളത്. ആ 1100 ചോദ്യങ്ങളിൽ നിന്നുള്ള ഒരു ചോദ്യമായിരിക്കും നിങ്ങൾക്ക് പിന്നെ എന്ത് വരിക, എക്സാമിന് വരിക. മനസ്സിലായി? എക്സാമിന് അങ്ങനെ വരുള്ളൂ. അപ്പോ ആ ഗൈഡ് മേടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പഠിക്കാനായിട്ട് പറ്റും. ഇത് ഞാൻ തിരക്കുള്ളവർക്ക് വേണ്ടിയിട്ട് പറയുന്ന കാര്യമാണ്.
തിരക്കില്ലാത്തവർക്ക് ഗൈഡ് മേടിച്ച് പഠിക്കാം, അത് കുഴപ്പമില്ല. ഗൈഡ് വാങ്ങുക എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമേ അല്ല. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് വാങ്ങുക എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണ്. ടെക്സ്റ്റ് വാങ്ങുക എന്നുള്ളത്. ഗൈഡ് വാങ്ങുക എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമേ അല്ല. ഗൈഡിന്റെ വില എന്ന് പറയുന്നത് 550 രൂപയാണ്. 550 രൂപ. ഓക്കെ, 100% ക്വസ്റ്റ്യൻസും അതിൽ നിന്ന് മാത്രമേ നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടായിരിക്കുകയുള്ളൂ. ഓക്കെ, ഇതാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ള കാര്യം. എക്സാമിന്റെ രീതി എന്ന് പറയുന്നത് എക്സാം മോക്ക് ടെസ്റ്റ് രൂപത്തിലായിരിക്കും. ഒരു ചോദ്യം ഉണ്ടാകും, 4 ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിരിക്കും, 4 ഉത്തരങ്ങൾ ഉണ്ടാകും. ഓക്കെ, പഠിക്കാൻ പറ്റാത്ത, പഠനവുമായി തെച്ച് വിട്ടുപോയിട്ടുള്ള വീട്ടമ്മമാരെ പഠിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വേറെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും കേരളത്തിൽ കൊടുക്കാത്തൊരു സാധനം സ്കിൽ കോഴ്സിന് വേണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട്. അതെന്താണ്? മോക്ക് ടെസ്റ്റ് ആണ്. മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ആൻസർ ചെയ്ത് വായിക്കാതെ ചെയ്ത് പഠിക്കാൻ മാത്രം പറ്റും. വായിച്ച് പഠിക്കണ്ട, കണ്ടു പഠിക്കണ്ട, ഇതൊന്നും പഠിക്കാതെ മോക്ക് ടെസ്റ്റുകൾ മാത്രം അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് എക്സാം വിജയിക്കാൻ പറ്റും. ഒരു മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പരമാവധി ഒരു 2 മിനിറ്റോ 3 മിനിറ്റോ ഒക്കെ മതിയാകും കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പ്രാഥമികമായി പറയാനുള്ളത്. അടുത്ത തന്നെ ഒരു ക്ലാസ് ആരംഭിക്കാനുള്ളത് കൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചുരുക്കാണ്. ഇനി നിങ്ങൾക്ക് ഓരോരുത്തരും കുറെ പേര് കമന്റ് ബോക്സിൽ എന്തൊക്കെ വിട്ടിട്ടുണ്ട്, അതിന്റെ ആൻസർ പറഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ ഓറൽ ആയിട്ടുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയാം. നമുക്ക് ആദ്യം കമന്റ് ബോക്സ് ഒന്ന് പരിശോധിക്കാം. കമന്റ് ബോക്സിനകത്ത് വന്നിട്ടുള്ളത് സംശയങ്ങൾ, പിന്നെ സാർ ഞാൻ PG ഡിപ്ലോമയാണ് ജോയിൻ ചെയ്തത്, ബട്ട് ഇപ്പോൾ ഡിപ്ലോമ ക്ലാസ്സിലാണുള്ളത്. ഈ 4 മൊഡ്യൂൾ കഴിഞ്ഞാണ് PGയുടെ ക്ലാസ് തുടങ്ങുന്നത്. അതെ, ഞാൻ പറഞ്ഞല്ലോ 4 മൊഡ്യൂൾ കഴിഞ്ഞതിന് ശേഷമാണ് PGയുടെ ക്ലാസ് തുടങ്ങുന്നത്. ഓക്കെ, അടുത്തത് സംശയം, സാർ എക്സാം ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാൻ പറഞ്ഞു അതെ, അങ്ങനെ ഉണ്ടാവുള്ളൂ. ഓക്കെ, എന്റെ സ്വപ്നമാണത്. എന്തെന്നാണ് ആ പടച്ചോണിയത്? പ്രതിഭ എന്തെന്നായിരുന്നു? കോൺവെക്കേഷൻ ആണോ സ്വപ്നം എന്ന് പറഞ്ഞത്? ആയിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. റൈറ്റ്. ഓക്കെ, അടുത്തത് ശരി. എക്സാം വൺ വേഡ് ആണോ? വൺ വേഡ് ആണ്. ഗൈഡ് വേണം. ആ ഗൈഡ് വേണം എന്നുള്ളവര് ഞാൻ പറഞ്ഞ എന്റെ ഫോൺ നമ്പറിലേക്ക് നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി. നമ്മുടെ പ്രിന്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് സെക്ഷനിൽ നിന്ന് നിങ്ങളെ വിളിക്കുന്നതാണ്. വിളിച്ച് വിശദ വിവരങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് ഗൈഡ് അയച്ചു തരുന്നതാണ്. ഓക്കെ, റൈറ്റ്. അടുത്തത് നമുക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. ചോദ്യങ്ങൾ ഉള്ളത് ചോദിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? സാർ ടെക്സ്റ്റ് ഇതുവരെ വാങ്ങിയിട്ടില്ല, ക്യാഷിന്റെ പ്രശ്നമുണ്ട്. ഒരു 2.5 മാസത്തോളം സമയമുണ്ട്. 2.5 മാസത്തിനുള്ളിൽ മേടിച്ചാൽ മതിയാകും കേട്ടോ. ഗൈഡ് വാങ്ങണമോ? ഗൈഡ് വാങ്ങണമെന്ന് നിർബന്ധമില്ല. ഞാൻ പറഞ്ഞല്ലോ, നിർബന്ധമില്ല കേട്ടോ. ഗൈഡ് വാങ്ങണമെന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, തിരക്കുള്ളവർ, ലൈവ് ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറ്റാത്തവർ, റെക്കോർഡ് ക്ലാസ് കാണാൻ പറ്റാത്തവർ, പിന്നെ എളുപ്പത്തിൽ കൂടുതൽ മാർക്ക് മേടിക്കാൻ ആഗ്രഹമുള്ളവർ, അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഗൈഡ് കേട്ടോ. ഗൈഡ് വാങ്ങണമെന്ന് നിർബന്ധമില്ല. ദാറ്റ്സ് യുവർ ചോയ്സ്. ഗുഡ് മോർണിംഗ് സാർ. സാർ കോണ്ടാക്ട് നമ്പർ വാട്സാപ്പ് ഞാൻ പറഞ്ഞു 9235700300. നമ്മുടെ കമന്റ് ബോക്സിൽ ഉണ്ട്. കമന്റ് ബോക്സിൽ നോക്കിയാൽ കിട്ടും കേട്ടോ. യെസ്, അടുത്തത് ചോദ്യം. എനിക്ക് 3 മാസം ഓൾഡ് ബേബി ആണ്. അപ്പോൾ ടെക്സ്റ്റിന് പകരം ഗൈഡ് വാങ്ങാമോ? ടെക്സ്റ്റിന് പകരം എന്ന് പറയുന്ന സംവിധാനമില്ല. ടെക്സ്റ്റ് വാങ്ങുക എന്നുള്ളത് ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ദ നോംസ്. സർട്ടിഫിക്കേഷൻ കൗൺസിലിന്റെ നിയമപ്രകാരമുള്ള ഒരു കാര്യമാണ് ടെക്സ്റ്റ് വാങ്ങുക എന്നുള്ളത്. ടെക്സ്റ്റ് കമ്പൽസറി വാങ്ങണം. ഓക്കെ, റൈറ്റ്. ഗൈഡ് വാങ്ങുക എന്നുള്ള ചോയ്സ്. എന്തോ ഗൈഡ് പിന്നെ പോസ്റ്റൽ ചാർജ് ഉൾപ്പെടെ 550 രൂപയാണ്. റൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. സാർ ടെസ്റ്റിന് എത്രയാ വരുന്നത് സാർ? ടെക്സ്റ്റിന്റെ പ്രൈസ് ഞാൻ പറഞ്ഞില്ല അല്ലെ. ടെക്സ്റ്റ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്ലോമ കോഴ്സിന്റെ ടെക്സ്റ്റ് ബുക്ക് 4 മൊഡ്യൂളായിട്ട് അതിന് 1600 രൂപയാണ് വരുന്നത്. PGക്ക് 2850 രൂപയാണ് വരുന്നത്. പക്ഷെ PGക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 4 മൊഡ്യൂള്, ഇപ്പോൾ ഡിപ്ലോമക്കുള്ള 4 മൊഡ്യൂള് 1600 രൂപക്ക് വാങ്ങിയിട്ട് ബാക്കി 1250 രൂപയുടെ PG തുടങ്ങുന്ന സമയത്ത് മേടിച്ചാലും മതിയാകും. ഓക്കെ, PGക്ക് 7 മൊഡ്യൂൾ ഉണ്ട്. 7 മൊഡ്യൂളായിട്ടാണ്. ഡിപ്ലോമയ്ക്ക് 4 മൊഡ്യൂളായിട്ടാണ്. റൈറ്റ്.
ഓക്കെ, ചോദ്യങ്ങളൊന്നുമില്ല ഇനി? സംശയങ്ങളൊക്കെ കഴിഞ്ഞോ? ഓക്കെ റൈറ്റ്, സംശയങ്ങളൊക്കെ കഴിഞ്ഞെന്ന് പ്രതീക്ഷിക്കുന്നു. പി ജിക്ക് ഫീസ് എത്രയാണ്? പി ജിയുടെ ഫീസ് വരുന്നത് 13,000 രൂപയാണ്. 13,000 രൂപ കേട്ടോ. 10 മാസമാണ് കോഴ്സിന്റെ ഡ്യൂറേഷൻ വരുന്നത്. റൈറ്റ്. ആതിര എന്തോ പറഞ്ഞല്ലോ, സാർ 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 എന്ന് വിളിച്ചു. എന്തായിരുന്നു ആതിര? ഇന്റേൺഷിപ്പ് എങ്ങനെയാണ്? ഇന്റേൺഷിപ്പ് നിങ്ങളെ ഇന്റേൺഷിപ്പ് തരാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. എന്താണെന്നറിയോ? എന്താ കാര്യം? അവർക്ക് ഫ്രീ ആയിട്ട് പണിയെടുക്കാനായിട്ട് ഒരാളെ കിട്ടാണ്. ഓക്കെ, അപ്പോ ഇന്റേൺഷിപ്പ് നമ്മൾ എന്നോട് 10 മാസം പി ജി എന്നല്ല പറഞ്ഞത്, 4 മാസം ഡിപ്ലോമയും 4 മാസം പി ജി എന്നാ പറഞ്ഞത്. അല്ലല്ല, 6 മാസം ഡിപ്ലോമ 4 മാസം പി ജി അങ്ങനെയാണ്. ഡിപ്ലോമയ്ക്ക് 6 മാസം ഡിപ്ലോമ, അത് കഴിഞ്ഞ് 4 മാസം കൂടി പി ജിക്ക് ഉണ്ടാവും. പി ജിക്ക് 10 മാസം അങ്ങനെയാണ് കേട്ടോ. 4 മാസത്തെ പി ജി അല്ല, 6+4 10 മാസം. റൈറ്റ്. ഓക്കെ, എക്സാം ഫീസ് ഏതിന്റെയാണ് ചോദിച്ചത്? ഡിപ്ലോമയുടെ ആണോ അല്ലെങ്കിൽ പിന്നെ പി ജിയുടെ ആണോ? ഡിപ്ലോമയുടെ എക്സാം ഫീസ് ഡിപ്ലോമയുടെ എക്സാം ഫീസ് 1,300, പി ജിയുടെ എക്സാം ഫീസ് 1,600. ഓക്കെ, ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ കേട്ടോ. ഇന്റേൺഷിപ്പ് പോകാൻ ഹോസ്പിറ്റൽ നമ്മളല്ലേ കണ്ടെത്തേണ്ടത്? അതെ, നിങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ചോദിച്ചാൽ ഇന്റേൺഷിപ്പ് വളരെ പെട്ടെന്ന് കിട്ടുന്ന കാര്യമാണ് കേട്ടോ. അത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ഇപ്പോ. അപ്പോ ഇന്റേൺഷിപ്പിൽ നിങ്ങൾ ചെല്ലുമ്പോൾ അവരൊരു ഓഫർ ലെറ്റർ ചോദിക്കും. ആ ഓഫർ ലെറ്റർ നിങ്ങളുടെ സ്ഥാപനത്തിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊണ്ട് നിങ്ങളുടെ ഫീസ് കളക്ട് ചെയ്യുന്ന ആൾക്ക് നിങ്ങൾ വൈറ്റ് പേപ്പറിൽ ഒരു അപേക്ഷ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഓഫർ ലെറ്റർ തരുന്നതാണ് കേട്ടോ. റൈറ്റ്. എക്സാം എഴുതുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ID കാർഡ് ഇഷ്യൂ ചെയ്ത് തരും. അത് ആ എക്സാം ഫീസിനൊപ്പം നിങ്ങൾ അടക്കേണ്ടി വരും. 100 രൂപയാണ് അതിന്റെ ഫീസ് വരുന്നത്. എക്സാമിന് ID കാർഡ് നിർബന്ധമാണ്. ഒരു ഡിജിറ്റൽ ID കാർഡ് നിങ്ങളുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് നിങ്ങൾ കമ്പൽസറി ആയിട്ടും തരേണ്ടത്. കാരണം നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ റെപ്രസെന്റ് ചെയ്ത് ഏത് കോഴ്സാണ് ഏത് ഡ്യൂറേഷൻ ആണെന്നൊക്കെ തെളിയിക്കുന്ന ഒരു കാർഡാണ്. ഓക്കെ റൈറ്റ്. എത്ര ഡേയ്സ് ഇന്റേൺഷിപ്പ് ആണ് സർ? 2 മാസം മുതൽ 6 മാസം വരെ നിങ്ങളുടെ ചോയ്സ് പോലെ എടുക്കാം ഇന്റേൺഷിപ്പ് കേട്ടോ. റൈറ്റ്. സാധാരണഗതിയിൽ ഒരു 2 മാസമൊക്കെ എടുക്കാറുള്ളത്. ഓക്കെ, അടുത്ത ചോദ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞോ? സോറി, ഹലോ, പ്ലേസ്മെന്റിന്റെ കാര്യമാണോ? പ്ലേസ്മെന്റിനെ സംബന്ധിച്ചിട്ട് ഞാൻ വിശദമായിട്ട് ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ റെക്കോർഡ് ക്ലാസ് നിങ്ങൾക്ക് തിങ്കളാഴ്ച കിട്ടും. തിങ്കളാഴ്ചത്തെ റെക്കോർഡ് ക്ലാസ് എടുത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ പ്ലേസ്മെന്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടാൽ മതി കേട്ടോ. എക്സാം ഓപ്ഷൻ തരും. ഓപ്ഷൻ ഉണ്ട്, ഞാൻ പറഞ്ഞല്ലോ. ടെക്സ്റ്റ് ബുക്ക് വാങ്ങിച്ചില്ലെങ്കിൽ കുഴപ്പം വേറെ ഒന്നുമില്ല, പരീക്ഷ എഴുതാൻ പറ്റൂല. ഒരു കാരണവശാലും പരീക്ഷ എഴുതാൻ പറ്റൂല കേട്ടോ. നിങ്ങളുടെ ഇൻവെന്ററിലും അഡ്മിഷൻ രജിസ്റ്ററിലും കമ്പൽസറി ആയിട്ടും സ്റ്റഡി മെറ്റീരിയലിന്റെ പേയ്മെന്റ് വന്നതും ഡിസ്പേഴ്സ് ചെയ്തും കാണിച്ചിരിക്കണം. സർട്ടിഫിക്കേഷൻ കൗൺസിലിന്റെ എക്സാം സമയത്ത്, ഇൻസ്പെക്ഷൻ സമയത്ത് അത് സമർപ്പിക്കണം. അത് സമർപ്പിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് എക്സാം ലിസ്റ്റിൽ വരാൻ പറ്റുള്ളൂ. ടെക്സ്റ്റ് ബുക്ക് വാങ്ങാൻ പറ്റാത്തവർ, അങ്ങനെ വാങ്ങാൻ പറ്റില്ല എന്നുള്ളവര് കോഴ്സ് ഇപ്പൊ തന്നെ ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ, ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കാൻ പറഞ്ഞല്ലോ കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റുള്ളൂ. നിങ്ങൾ വെറുതെ പിന്നെ ഫീസും സമയവും കളയേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ്. ഒരു കാരണവശാലും എക്സാം എഴുതാൻ പെർമിഷൻ തരില്ല. ഇപ്പൊ നവംബർ ബാച്ചിലെ കുട്ടികൾക്ക് 2 പേർക്ക് ഈ പ്രശ്നം വന്നു. അവർ ഫീസ് അടച്ച കുട്ടികളാ. ആ ഫീസ് നമുക്ക് തിരിച്ചു കൊടുക്കാനും പറ്റൂല, ടെക്സ്റ്റ് ബുക്ക് വാങ്ങാതെ എക്സാം എഴുതാനും പറ്റാത്ത സ്ഥിതി വരും. അപ്പൊ ഒരു 2.5 മാസത്തിനുള്ളിലൊക്കെ നിങ്ങൾ മേടിച്ചാൽ മതി കേട്ടോ. ലൈവ് ക്ലാസ് ടൈമാ. അയ്യോ, ലൈവ് ക്ലാസ്സിന്റെ ടൈം ഒരു സെക്കൻഡ്, ഞാനിപ്പോ അത് ഒന്ന് ടെക്നിക്കൽ സെഷൻ ചോദിച്ചിട്ട് പറയാം. ബാക്കിയുള്ള സ്റ്റുഡൻസ് ഒക്കെ പറയാം നിങ്ങളുടെ ക്ലാസ്സിന്റെ ടൈം 1:30 തൊട്ട് 3:30 വരെ. 1:30 മുതൽ 3:30 വരെയാണ് ലൈവ് ക്ലാസ്സിന്റെ സമയം. റൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്പർ ഒന്നുകൂടെ പറയാമോ? കമന്റ് ബോക്സിൽ നോക്കിയായിരുന്നു, കിട്ടിയില്ലായിരുന്നു. 9235 700 300 700 700 ഓക്കെ സർ, താങ്ക് യു. എക്സാം ഓൺലൈൻ ആയിട്ടാണ്. നിങ്ങൾക്ക് തൊഴിലിടത്തിലിരുന്നോ വീട്ടിലിരുന്നോ നാട്ടിലിരുന്നോ എവിടെ വേണമെന്നുണ്ടെങ്കിൽ എക്സാം എഴുതാൻ പറ്റും കേട്ടോ. ഡോണ്ട് വറി. ഓക്കെ, റെക്കോർഡഡ് വീഡിയോ ക്ലാസ് കിട്ടുമെന്നോ? റെക്കോർഡ് വീഡിയോ ക്ലാസ് കിട്ടും. പടച്ചോ, ഞാനപ്പോ ഇത്ര നേരം പറഞ്ഞൊക്കെ വെറുതെ ആയ. ഒരു ചൊല്ലുണ്ടല്ലോ, രാമായണം മുഴുവനും വായിച്ചിട്ട് രാമന്റെ ആരാധന ചെയ്താണ് ക്ലാസ്സിൽ കയറിയിട്ടുണ്ടാവൂല അല്ലേ? റെക്കോർഡ് ക്ലാസ് കിട്ടും കേട്ടോ. ഗൂഗിൾ ക്ലാസ് റൂമിൽ തൊട്ടടുത്ത പ്രവർത്തി ദിവസം കിട്ടുമേ. ഓക്കെ റൈറ്റ്. അടുത്തത് കമോൺ പോരട്ടെ. ചോദ്യങ്ങൾ ഇപ്പോഴാണ് ഉഷാറായത്. നിങ്ങൾ രാവിലെ കഞ്ഞി കുടിച്ചിട്ടുണ്ടായില്ല നമ്മൾ കുറെ പേര്.
ഇപ്പോഴാണ് ചോദ്യങ്ങളൊക്കെ വന്നു തുടങ്ങുന്നത്. ക്ലാസ് തീരാറായപ്പോഴാണ്. കമോൺ. എവിടെ വേറെ ചോദ്യങ്ങളുണ്ടോ? ഇല്ല. ചോദ്യങ്ങളില്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഹലോ സാർ, പറയൂ. ഞാനിപ്പോ ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 month ആവാനായി. അപ്പൊ ആ ഇത് മതിയാവോ? സർട്ടിഫിക്കറ്റ് മതിയാവോ സാർ? മതി. അത് മതി Thank you, കേട്ടോ. SPC സർട്ടിഫിക്കറ്റ് ഡിപ്ലോമക്ക് 1500, PGക്ക് 1800. ഓക്കെ. ഞാൻ ഓൾറെഡി ഡ്യൂട്ടി ചെയ്യുവാണ്, കേൾക്കാൻ പറ്റില്ല. വേണ്ട, ഓൺ ചെയ്തിരിക്കുന്നു. അതാ ചോദിച്ചത്. നോ പ്രോബ്ലം ഡിയർ ആര്യ, അല്ലേ? ആര്യ, കുഴപ്പമില്ല. ഡ്യൂട്ടിയിലാണെങ്കിൽ ഡ്യൂട്ടി നടന്നോട്ടെ കേട്ടാ, അത് കുഴപ്പമില്ല. ഓക്കെ, സോറി ഒന്നും പറയണ്ട, ഞാൻ ജസ്റ്റ് ഒരു ജോക്ക് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ലീവ് ഇറ്റ്. ഓക്കെ, യെസ്. അടുത്തത് റെക്കോർഡ് ക്ലാസ് എല്ലാത്തുണ്ടാവും കേട്ടോ. നിങ്ങളുടെ ലൈവ് ക്ലാസ് കേൾക്കൂ. ഉച്ചക്ക് 1:30 മുതൽ 3:00 വരെയുള്ള സമയം ലൈവ് ക്ലാസ് ആണ്. ലൈവ് ക്ലാസ്സിന്റെ സമയത്ത് നിങ്ങളുടെ അമ്മാവന്റെ മോന്റെ കല്യാണം, റിസപ്ഷൻ നടക്കാണ് അവിടെ. നിങ്ങൾ ഏതിന് പോകും? ക്ലാസ്സിൽ പങ്കെടുക്കുമോ? നിങ്ങൾ കല്യാണത്തിന് പോകും. നിങ്ങൾ കല്യാണത്തിന് പോകുന്നു, തൊട്ടടുത്ത ദിവസം നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് കിട്ടും. റൈറ്റ്? ഓക്കെ, ശരി. അടുത്തത് കഴിഞ്ഞ ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഒറ്റ കാര്യം കൂടി ഞാൻ പറയട്ടെ, എന്നിട്ട് അവസാനിപ്പിക്കുകയാണ്. അതായത് ഉത്തമ ശ്രദ്ധിച്ചേക്കോട്ടെ ഈ പറയുന്ന കാര്യം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഈ ബാച്ചിനകത്ത് ഏകദേശം 300-ൽ താഴെ വിദ്യാർത്ഥികളാണ് ഉള്ളത്. നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഒഫീഷ്യൽ വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിക്കുമല്ലോ. സ്വാഭാവികമായും രൂപീകരിക്കും. നിങ്ങളുടെ അക്കാദമിക് സംശയങ്ങൾ ചോദിക്കാനും കോഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പല കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെയുള്ളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉള്ളത് നല്ലതുമാണ്. നമുക്കതിൽ വേറെ തടസ്സമൊന്നുമില്ല. പക്ഷെ അത് സ്മാർട്ട് സിറ്റിയുടെ ഉത്തരവാദിത്വത്തിലല്ല നമ്മൾ ആ കാര്യം ചെയ്യുന്നത്. നിങ്ങൾ വിദ്യാർത്ഥികളൊക്കെ കൂടി തന്നെയുള്ള ഒരു ഗ്രൂപ്പ് ആയിരിക്കും. ആ ഗ്രൂപ്പിനകത്ത് പാലിക്കേണ്ട ചില നിയന്ത്രണങ്ങളെ സംബന്ധിച്ചിട്ടാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഇത് മുൻകാലാനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ് കേട്ടോ. ശ്രദ്ധിച്ചു കേൾക്കണം. ഒന്നാമത്തേത്, ആ ഗ്രൂപ്പിനകത്ത് ഈ അക്കാദമിക് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ലാത്ത ഒരു മെസ്സേജും ഇടാൻ പാടില്ല. നിങ്ങൾ എങ്ങനെ ഗ്രൂപ്പ് രൂപീകരിച്ചാലും ആ ഗ്രൂപ്പിനകത്ത് ഞങ്ങളുടെ സ്മാർട്ട് സിറ്റിയുടെ ഭാഗത്തു നിന്നുള്ള കുറച്ച് ഒഫീഷ്യൽസ് കൂടി ഉണ്ടാകും. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഓക്കെ, നിശ്ചയമായും ഉണ്ടാവും. അപ്പോ ഒരു കാരണവശാലും നിങ്ങൾ ആ ഗ്രൂപ്പിനകത്ത് നമ്മുടെ വിദ്യാഭ്യാസ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ളതല്ലാത്ത ഒരു മെസ്സേജ് ഇടാൻ പാടില്ല. അതിനർത്ഥം വേറെ കാര്യങ്ങളൊന്നും ചോദിക്കാൻ പാടില്ലെന്നുള്ളതല്ല. ഇതിനകത്ത് ഭൂരിഭാഗം പേര് വീട്ടമ്മമാരാണ്. ഈ വീട്ടമ്മമാർക്ക് പ്രധാനമായും വേണ്ട ഒരു സാധനമാണ് വർക്ക് ഫ്രം ഹോം ഇൻകം. ഒരുപാട് തട്ടിപ്പുകാരുണ്ട് വർക്ക് ഫ്രം ഹോം എന്നും പറഞ്ഞുകൊണ്ടേ. ചിലപ്പോ നിഷ്കളങ്കയായിട്ടുള്ള ഒരു ചേച്ചിയായിരിക്കും. ആ ചേച്ചി ഒരു പോസ്റ്റർ കാണുമ്പോൾ ചിലപ്പോൾ ഈ ഗ്രൂപ്പ് ഇട്ട് പോകും. ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാ. അപ്പൊ അവർക്കിടെ മാസ്മരികമായ ഡയലോഗായിരിക്കും ആ പോസ്റ്ററിൽ. വർക്ക് ഫ്രം ഹോം എടുക്കും, മാസം 20,000 നേടും. അപ്പൊ നമ്മൾ ചോദിച്ച് പറഞ്ഞു വരുമ്പോൾ ആദ്യം ഒരു 500 രൂപ എടുത്തിട്ടുണ്ടെങ്കിലാണ് ഇതിന് എന്തെടുക്കാൻ പറ്റുമോ എന്ന് പറയും. ഈ 500 രൂപ എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ പൊടി പോലും കാണാനുണ്ടാവില്ല. പിന്നെ മറ്റൊരു കാര്യം, ഈ പണം പിരിക്കുന്നത് ചില തെറ്റായ രീതികൾ വെച്ചിട്ട് കൂട്ടായിട്ടുള്ള പണപ്പിരിവൊക്കെ നടത്താറുണ്ട്. അത് നിങ്ങൾ പണം പിരിക്കുന്നതും വിതരണം ചെയ്യുന്നതൊക്കെ നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്വത്തിലാണ്. വാട്സപ്പിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല. പിന്നെ MLM-ന്റെ പോസ്റ്ററുകൾ, ബാക്കിയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പോസ്റ്റർ, ഇതൊന്നും ആ ഗ്രൂപ്പിനകത്ത് ഷെയർ ചെയ്യാനായിട്ട് പാടുള്ളതല്ല. ഓക്കെ, അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാനുള്ളതേ, നമ്മളെല്ലാവരും മനോഹരമായിട്ട് സെൽഫി എടുക്കും, അല്ലാത്ത ഫോട്ടോ എടുക്കും. സൂര്യൻ അസ്തമിക്കുന്ന ഫോട്ടോ, സൂര്യൻ അസ്തമിക്കുന്നതിന്റെ മുമ്പിൽ നമ്മൾ ഉദിച്ചു നിൽക്കുന്ന ഫോട്ടോ കടത്തീരത്ത് എന്നിട്ട് എടുക്കും. നല്ല രസമായിരിക്കും കാണാനായിട്ട്. നമ്മുടെ മേരി ചേച്ചി സാധനം ഇട്ട് ഒരു ദിവസം DP-യിൽ ഇട്ടു. DP-യിൽ വാട്സപ്പിന്റെ DP-യിൽ ഇട്ടു. അപ്പോ നമ്മുടെ ക്ലാസ്സിലുള്ള ഒരു പയ്യൻ, ഒരു ഉല്ലാസ് വേറെയുള്ള ആരെങ്കിലും ഉണ്ട് ഈ ക്ലാസ്സിൽ? ഇല്ലെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാ. ഉല്ലാസിന് ഒരു സംശയം, നിഷമിസ് എടുത്ത പാഠഭാഗത്തൊരു സംശയം. അപ്പോ ഉല്ലാസ് എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ വാട്സപ്പ് എടുത്തിട്ട് ഗ്രൂപ്പ് എടുത്തിട്ട് ഇങ്ങനെ ടിക്ക് നോക്കിയപ്പോൾ സൂര്യൻ അസ്തമിച്ച് നിൽക്കുന്ന കടൽ തിരമാലകൾക്ക് മുമ്പിലായിട്ട് മേരി ചേച്ചി മുടി സൈഡോട്ട് ഇട്ടിട്ട് ഉദിച്ചു നിൽക്കുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ ഉദിച്ചു നിൽക്കുന്ന ഫോട്ടോ കാണുമ്പോൾ ഉല്ലാസിന് മേരി ചേച്ചിക്ക് ഒരു ഹായ്, ചേച്ചി ഞാൻ ഈ ക്ലാസ്സിലുള്ളതാണ്. അപ്പൊ മേരി ചേച്ചി ഒരു നിഷ്കളങ്കയാണ്. മേരി ചേച്ചി
ആ ഓക്കെ ഉല്ലാസ്, ഓക്കെ. എനിക്ക് ഇന്ന് ക്ലാസ് എടുത്തത് മനസ്സിലായില്ല, ആ ടീച്ചറുടെ ക്ലാസ് മനസ്സിലാകുന്നില്ലല്ലേ? അപ്പൊ മേരി ചേച്ചി ശരിയാണ്, എനിക്കും തോന്നി ഉല്ലാസ് ഇത് എന്ന് മേരി ചേച്ചിയുടെ ഡയലോഗ്. ഓക്കെ, മേരി ചേച്ചി വേറൊന്നും വിചാരിച്ചിട്ടല്ല കേട്ടാ, ഉല്ലാസം വേറൊന്നും വിചാരിച്ചിട്ടല്ലെന്ന്. തൊട്ടടുത്ത ദിവസം രാവിലെ ഹായ് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ഉല്ലാസിന്റെ ഒരു മെസ്സേജ് മേരി ചേച്ചിക്ക്, മേരി ചേച്ചി തിരിച്ചൊരു മെസ്സേജ് അയച്ചു. ഇങ്ങനെ അയച്ച് പിന്നെ ഉല്ലാസ് ചേച്ചി ചോറ് തിന്നു, ചോറിൽ കറി എന്തായിരുന്നു, മീനായിരുന്നു, മീന് മാംസം ഉണ്ടായിരുന്നു, മുള്ളുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ കുറെ ചോദ്യങ്ങൾ. ഓക്കെ, പിന്നെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളുടെ വ്യക്തിത്വത്തിനെ അപമാനിക്കുന്ന രീതിയിലുള്ള, ഒരാളുടെ വ്യക്തിത്വത്തിനെ മുറിപ്പെടുത്തുന്ന രീതിയിലുള്ള ഏതെങ്കിലും മെസ്സേജസ് അങ്ങനെ ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും അവർ ഈ ക്ലാസ്സിൽ നിന്ന് റിമൂവ് ചെയ്യുന്നതാണ്. ഇതും ഞാൻ മുൻകാല അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ് കേട്ടോ. മുൻകാല അനുഭവങ്ങളുടെ അടിസ്ഥാനത്തില് നമുക്കതിന്റെ പുറകെ നടക്കാനുള്ള സമയമുള്ള ആളുകളല്ല. ഓക്കെ, പല കുടുംബങ്ങളിലും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള മെസ്സേജസ് ഒക്കെ പല ഗ്രൂപ്പുകളിലും ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടാണ്. രണ്ടുപേര് തമ്മിൽ സൗഹൃദത്തിലാകുന്നതോ പ്രണയത്തിലാകുന്നതോ ഒക്കെ നിങ്ങളുടെ ചോയ്സാണ്, നമുക്കതൊന്നും പറയാനില്ല. പക്ഷെ അതിനകത്ത് ഒരു കംപ്ലൈന്റ് വരുന്നു എന്നുള്ളത് അത് പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഭാഗമായിട്ട് നമ്മൾ അനുവദിക്കുന്നതല്ല. നമുക്ക് നിങ്ങളാരെങ്കിലും കണ്ടാൽ പോലും തിരിച്ചറിയാൻ പറ്റൂല ആരൊക്കെ എന്താണെന്ന്. പക്ഷേ ഒരാളുടെ വ്യക്തിത്വത്തിന് അപമാനിക്കുന്ന രീതിയിലുള്ള ഏതെങ്കിലും മൂവ്മെന്റ്സ് ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ നിസ്സംശയം അത്തരത്തിലുള്ള ആക്ഷൻ എടുത്തിരിക്കും എന്ന് മാത്രമാണ് അതിന്റെ ഭാഗമായിട്ട് പറയാനുള്ളത്. ഓക്കെ, ഇത് ഞാൻ വെറുതെ ഒന്ന് മുൻകൂട്ടി സൂചിപ്പിച്ച് വെച്ചെന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അടുത്തത് സാർ SBC സർട്ടിഫിക്കറ്റ് കൊണ്ട് ദുബായ്, അറബ് കൺട്രീസ് എല്ലായിടത്തും പോവാം. കാനഡ അയ്യോ, കാനഡ എന്ന് പറയുന്നത് ആ സ്ഥാപനത്തിന്റെ ആസ്ഥാനാണെന്ന്. ആസ്ഥാനം MG യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം എവിടെയാണ്? കോട്ടയമാണ്. കോട്ടയം ജില്ലയിൽ മാത്രം ജോലി എടുക്കാൻ പറ്റുള്ളൂ, ലോകത്തിൽ എവിടെയെങ്കിലും ജോലി എടുക്കാം. അതുപോലെ തന്നെയാണ് SBC കാനഡ എന്ന് പറയുന്നത്. കാനഡ ആസ്ഥാനമായി പ്രവർത്തിക്കുന്നത് ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ കൗൺസിലാണ്. ലോകത്തിൽ ഏത് ലോകരാഷ്ട്രങ്ങളിലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജോലി നേടാനായിട്ട് പറ്റും കേട്ടോ. ക്ലാസ് ടൈം മൺഡേ ടു ഫ്രൈഡേ ആണ് കേട്ടോ. പബ്ലിക് ഹോളിഡേയ്സ് പിന്നെ ക്ലാസ് ഉണ്ടായിരിക്കുന്നതല്ല. ഓക്കെ, അപ്പൊ എല്ലാ സംശയങ്ങളും മാറി എന്ന് വിചാരിക്കുന്നു. എന്തായാലും വളരെ ചെറിയ ഒരു ക്ലാസ് ആയിരുന്നു. സാധാരണഗതിയിൽ ഒരു 2.5 മണിക്കൂറൊക്കെ എടുത്ത് ചെയ്യുന്ന ക്ലാസ് ആണ്. മുഴുവൻ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് തന്നെ ഒരു സംശയമുണ്ട്. ഇനി എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് വരികയാണെങ്കിൽ എന്റെ ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. വിളിച്ചിട്ട് മറുപടി കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ നിശ്ചയമായും നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി. ഒരു തൊട്ടടുത്ത ദിവസമെങ്കിലും നിങ്ങൾക്ക് മറുപടി കിട്ടുന്നതാണ്. ഓക്കെ, താങ്ക് യു, ബൈ. Thank you, sir. Thank you so much, sir. Have a nice day. Thank you, sir.